ഒരു പുലർക്കാല സ്വപ്നം കൂടി സഫലമായി. സുന്ദരി പാടി. നിറഞ്ഞ സദസ്സ് ആ മധുരസ്വരത്തിൽ ലയിച്ചുപോയി. അപ്പോൾ തുണയായി ദിലുവിൻ്റെ മുഴങ്ങുന്ന ശബ്ദം, പ്രിയേ, നീ എൻ സ്വന്തമായി. വേദിയിലെ നീല വെളിച്ചത്തിൻ്റെ വൃത്തത്തിൽ ദിലുവും സുന്ദരിയും. വൃന്ദാവന നഗരിയിൽ ഒരിക്കൽ കൂടി ഭാരതീയയുടെ പ്രോഗ്രാം നടക്കുകയാണ്. ദിലുവിൻ്റെയും സുന്ദരിയുടെയും ആ യുഗ്മഗാനം വളരെ പെട്ടെന്ന് ഹിറ്റായിത്തീർന്നു. ശ്രോതാക്കൾ ആവർത്തിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം. പ്രോഗ്രാം കഴിഞ്ഞതും വേദിക്ക് പിന്നിലെത്തി ഗായകരെ പരിചയപ്പെടാനും പ്രശംസിക്കാനും ആളുകൾ തിരക്കുകൂട്ടി. ഏറ്റവും ഒടുവിലാണ് സുന്ദരിയായ ആ മധ്യവയസ്ക എത്തിയത്. പട്ടുസാരി അണിഞ്ഞ് ജരിക വെച്ച ദുപ്പട്ട കൊണ്ട് പുതച്ച് മുഖത്ത് വൈരകൽ മൂക്തിയുടെ തിളക്കവുമായി അവർ ദിലുവിൻ്റെയും സുന്ദരിയുടെയും അരികിലെത്തി. ചായം തേച്ച ചുണ്ടുകൾ വിടർത്തി അവർ ഏറ്റവും സുന്ദരമായ രീതിയിൽ പുഞ്ചിരിച്ചു. ഗംഭീരമായിരുന്നു എൻ്റെ ഉമ്മകൾ. അവർ ദിലുവിൻ്റെയും സുന്ദരിയുടെയും കവിളുകളിൽ വികാരവായ്പോടെ ചുംബിച്ചു. അമ്മയെ ഞങ്ങൾക്ക് പരിചയപ്പെടണമെന്നുണ്ട്, ആദരഭാവത്തിൽ ദിലു അറിയിച്ചു. അതിനെന്താ, അവർ വീണ്ടും അതിമനോഹരമായി പുഞ്ചിരിച്ചു. ഞാനും ഒരു കലാകാരിയാണ്, വളരെ എളിയ ഒരു കലാകാരി. ആ അതിവിനയം കൃത്രിമമല്ലേ എന്ന് ദിലുവിന് സംശയം തോന്നി. എന്നാൽ സുന്ദരി ആ വേഷഭൂഷാദികളിൽ കണ്ണുമഞ്ചി നിൽക്കുകയായിരുന്നു. പേര് മംഗളാദേവി. മുമ്പ് നൃത്തം ചെയ്യുമായിരുന്നു. ആധുനിക നൃത്തമല്ല, നമ്മുടെ പാരമ്പര്യ നൃത്ത രൂപങ്ങൾ, ഭരതനാട്യം, കഥക്, ഒഡീസി എല്ലാം. എനിക്കിപ്പോൾ ഒരു നൃത്ത വിദ്യാലയമുണ്ട്. മലയാളിയാണോ? ദിലു ചോദിച്ചു. ഇത്തവണത്തേത് ഒരു പൊട്ടിച്ചിരിയായിരുന്നു. എൻ്റെ അച്ഛൻ മലയാളിയാണ്, പാലക്കാട്ടുള്ള ഒരു രാജകുടുംബാംഗം. അമ്മ തമിഴ് അയ്യങ്കാരായിരുന്നു, ഭർത്താവ് ഗുജറാത്തി. ഞാൻ കൂടുതൽ കാലം ജീവിച്ചത് ഇവിടെ കർണാടകത്തിലും. 5 ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷും ഞാൻ കൈകാര്യം ചെയ്യും. മറ്റെല്ലാം അത്യാവശ്യത്തിനും. ഈ ലോകം മുഴുവൻ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ വൃന്ദാവനത്തിൽ തന്നെയോ താമസം? അതെ, ഞാൻ കാർഡ് തരാം. എൻ്റെ കൊച്ചുകുടിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം. കുടിലെന്ന് പറഞ്ഞുവെങ്കിലും അവരുടേത് ഒരു വലിയ കൊട്ടാരമാണെന്ന് ആ മുഖം വ്യക്തമാക്കിയിരുന്നു. സ്വന്തം മേൽവിലാസം അച്ചടിച്ച കാർഡ് നൽകി. ഒരിക്കൽ കൂടി ദിലുവിനെയും സുന്ദരിയെയും ചുംബിച്ച് അനുഗ്രഹിച്ച ശേഷമാണ് മംഗളാദേവി വിട വാങ്ങിയത്. നല്ല സ്നേഹമുള്ള ഒരമ്മ അല്ലേ? സുന്ദരി ദിലുവിനോട് ചോദിച്ചു. സുന്ദരിയെപ്പോലെ തന്നെ മാതൃസ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്തവനായിട്ടും ദിലുവിൻ്റെ അഭിപ്രായം മറ്റൊന്നായിരുന്നു. വെയ്യ് നിറയെ വാരിയണിഞ്ഞ പണ്ടങ്ങളും ചുണ്ടിലെ ചായവും കൃത്രിമമായ ആ ചിരിയും വിനയവും ഒന്നും എനിക്കിഷ്ടമായില്ല. പണ്ട് നർത്തകിയായിരുന്നില്ലേ, അതുകൊണ്ടാവും അങ്ങനെയൊക്കെ. സുന്ദരി അവരെ ന്യായീകരിച്ചു. ആ, എങ്ങനെയെങ്കിലും ആകട്ടെ, നമുക്കെന്ത്? ദിലു സംസാരം അവിടെ അവസാനിപ്പിച്ചു. ഒരു ഒഴിവു ദിനത്തിൽ ദിലുവും സുന്ദരിയും ബൈക്കിൽ വൃന്ദാവനത്തിലൂടെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. അപ്പോൾ അതാ പാതവക്കിൽ നിർത്തിയ ഒരു വിദേശക്കാരിൽ നിന്നും വെളുത്തു തുടുത്ത ഒരു കൈത്തണ്ട പുറത്തേക്ക് നീണ്ട് അവരുടെ നേർക്ക് എന്തോ ആംഗ്യക്കാട്ടുന്നു. ആ കൈത്തണ്ട നിറയെ തങ്കവളകൾ, 5 വിരലുകളിലും രത്നമോതിരങ്ങൾ. ദിലു വണ്ടി സ്ലോ ചെയ്തു. ആളെ പിടികിട്ടി മംഗളാദേവി. അതോടെ അവൻ ബൈക്ക് കാറിനരികിൽ കൊണ്ടുവന്ന് നിർത്തി. എന്താ ഇവിടെ? ദിലു ചോദിച്ചു. ഇവിടെ എത്തിയപ്പോൾ വണ്ടി കേടായി. വിദേശി സാധനമല്ലേ, എന്താണ് തകരാറെന്ന് മനസ്സിലാകുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു അവർ. വണ്ടിയിൽ അവർ തനിച്ചും. ഒരു നിമിഷം ദിലു ആലോചിച്ചു നിന്നു. പിന്നെ മംഗളാദേവിയോട് ചോദിച്ചു, അല്പനേരം പുറത്തിറങ്ങി നിൽക്കുന്നതിന് വിരോധമുണ്ടോ? എന്ത് വിരോധം? അവർ ധൃതിയിൽ വാതിൽ തുറന്നു പുറത്തിറങ്ങി. ഉടൻ ദിലു മുറിവാതിലിലൂടെ അകത്ത് കടന്നു. മംഗളാദേവി സുന്ദരിയുടെ അരികിലെത്തി. അവളുടെ കൈ കവർന്നു. മോളെ കാണണമെന്ന് കുറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴിതാ അവിചാരിതമായി ഭാഗ്യം എന്നെ കടാക്ഷിച്ചു. സുന്ദരിക്ക് ഒരു പതിഞ്ഞ പുഞ്ചിരിയുമായി നിൽക്കുവാനേ അറിയുമായിരുന്നുള്ളൂ. മംഗളാദേവി അവളുടെ കൈ കവർന്നുകൊണ്ട് വഴിയരികിലുള്ള ഒരു പൂവാകയുടെ ചുവട്ടിലേക്ക് നടന്നു. സത്യത്തിൽ അന്ന് ആ വേദിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ എത്ര അതിശയിച്ചുവെന്നോ. അടുത്തെത്തിയപ്പോൾ ആ അതിശയം വർദ്ധിച്ചു. സുന്ദരി അമ്പരപ്പോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മകൾ സുരഭിയെപ്പോലെ തന്നെ. അവളും നന്നായി പാടുമായിരുന്നല്ലോ. എന്നിട്ട് ആ മകൾ ഇപ്പോൾ എവിടെയാണ്? മംഗളാദേവി സാരിയുടെ തുമ്പുയർത്തി കണ്ണു തുറച്ചു. ആ ശബ്ദമിടറി. അവൾ പോയി. ദൈവം എൻ്റെ കുട്ടിയെ തിരിച്ചു വിളിച്ചു. അതിനു മുമ്പേ അവളുടെ അച്ഛനെ എനിക്ക് നഷ്ടമായതാണ്. ഞാൻ ഈ ഭൂമിയിൽ തനിച്ചായി. മംഗളാദേവിയുടെ സങ്കടം യഥാർത്ഥമായും സുന്ദരിയെ സ്പർശിച്ചു. നിന്നെ കണ്ടതോടെ എൻ്റെ മകൾ മരിച്ചിട്ടില്ല എന്നൊരു വിചാരമായി എനിക്ക്. ആ സ്ത്രീയോടുള്ള സഹാനുഭൂതി കൊണ്ട് ഹൃദയം നിറഞ്ഞതിനാൽ സുരഭിക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. അവരെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളും അവൾക്ക് ലഭിച്ചില്ല. മോളുടെ അച്ഛനും അമ്മയും എത്ര ഭാഗ്യമുള്ളവരാണ്. നിന്നെപ്പോലൊരു മിടുക്കിക്കുട്ടിയെ അവർക്ക് കിട്ടിയല്ലോ, മംഗളാദേവി പറഞ്ഞു. ഇല്ല. സുന്ദരിയുടെ ചുണ്ടുകൾ വിതുമ്പി. മുഖം കുനിഞ്ഞു. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എന്ത്? മംഗളാദേവി സുന്ദരിയുടെ മുഖം പിടിച്ചുയർത്തി. നിനക്ക് അച്ഛനും അമ്മയും ഇല്ലേ? ഇല്ല എന്ന് അവൾ മുഖമിളക്കി. പെട്ടെന്ന് മംഗളാദേവി അവളെ വാരി നെഞ്ചോട് ചേർത്തു. എൻ്റെ മോളെ വിഷമിക്കരുത്. അച്ഛനില്ലെങ്കിലും നിനക്ക് ഇനി മുതൽ അമ്മ ഉണ്ടായിരിക്കും. ഞാൻ നിൻ്റെ അമ്മയാണ്. നിനക്ക് അങ്ങനെ തന്നെ കരുതാം. സുന്ദരി ആ നെഞ്ചിൽ മുഖം ചേർത്ത് അങ്ങലടിച്ചു. അപ്പോഴാണ് ദിലു കാറിനുള്ളിൽ നിന്നും വെളിയിൽ വന്നത്. ഇനി അമ്മ കാറിൽ കടന്നിരുന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, ദിലു മംഗളാദേവിയോട് ആവശ്യപ്പെട്ടു. ഇത്ര വേഗം സംഗതി ശരിയായോ? മംഗളാദേവി അത്ഭുതം ഭാവിച്ചു. പിന്നെ കാറിനടുത്തേക്ക് നടന്നു. ഒന്ന് ട്രയൽ നോക്കിയ ശേഷം അവർ ദിലുവിനെ അഭിനന്ദിച്ചു. മിടുക്കൻ, മോൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും കഷ്ടത്തിലായേനെ.
എന്നാലും നന്ദി പറയുന്നില്ല. ആ രണ്ടക്ഷരത്തിൽ ഒഴിയാൻ ഞാൻ തയ്യാറല്ല. നന്ദി പറയരുതേ എന്ന എൻ്റെ അപേക്ഷയും. അത് നിൽക്കട്ടെ, എൻ്റെ വീട്ടിലേക്ക് ഇതുവരെയും വന്നില്ല. മംഗളാദേവി ദിലുവിനെയും സുന്ദരിയെയും മാറി മാറി നോക്കി. വരാം, ദിലു പറഞ്ഞു. എന്നെപ്പറ്റി ഇവിടെ ചിലർ പറഞ്ഞു പരത്തുന്ന അപവാദങ്ങൾ കേട്ടിട്ടാണോ എന്നോട് അടുക്കാൻ ഈ മടി? അപവാദമോ? എന്ത് അപവാദം? ദിലുവിന് അത്ഭുതമായി. ഞാൻ തന്നെ പറയാം, മംഗളാദേവി തുടങ്ങി. വയസ്സായിട്ടും ഞാൻ പട്ടും പൊന്നും പൂവും അണിയുന്നുണ്ട്, മുഖത്ത് ചായം തേക്കുന്നുണ്ട്. ഇത്തരം സ്ത്രീകളെ നല്ല തരത്തിലല്ലല്ലോ നമ്മുടെ സമൂഹം വിലയിരുത്തുക. ദിലു വല്ലാതായി. അവർ തനിക്ക് എതിരെയാണോ സംസാരിക്കുന്നതെന്ന് പോലും അവന് തോന്നി. പക്ഷേ മോനറിയുമോ, ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയൊരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഈ വേഷഭൂഷാദികൾ മാത്രമേ ഉള്ളൂ. എന്നെ ആശ്വസിപ്പിക്കാനും അവ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിതെങ്ങനെ ഉടുത്തും ചമഞ്ഞും ചിരിച്ചും ജീവിക്കുന്നത്. ആ സ്ത്രീയോട് ഒരിക്കൽ ഈർഷ്യ തോന്നിയതിൽ ദിലുവിന് കുറ്റബോധമുണ്ടായി. ഇനി മറ്റൊന്ന്, മംഗളാദേവി തുടർന്നു. ഞാനൊരു നൃത്തവിദ്യാലയം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം ഒരു ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്കുമുണ്ട്. വൃന്ദാവനത്തിലെ കൃഷ്ണക്ഷേത്രത്തിന് സമീപമാണ്. എല്ലാ ജോലിക്കാരും സ്ത്രീകൾ, യുവതികൾ സ്വാഭാവികമായും സുന്ദരികൾ. ആളുകൾ ഞങ്ങളെ ചെളിവാരി എറിയാൻ അതും ഒരു കാരണമാണ്. മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളുടെ മറവിൽ ഞാൻ പല കറുത്ത വ്യാപാരങ്ങളും നടത്തുന്നുണ്ടെന്ന് വളരെ പ്രചരണമുണ്ട്. എന്തു ചെയ്യാം? എന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ എന്തും ധരിക്കട്ടെ. ഏകാകിനിയായ ഈ വൃദ്ധ ആരോടും ഇനി എന്നെ വിശ്വസിക്കണേ എന്ന് അപേക്ഷിക്കില്ല. കാര്യമൊക്കെ ശരി, പക്ഷേ അമ്മ ഇനിയും വൃദ്ധയായിട്ടില്ല കേട്ടോ, ദിലു ഒരു കുസൃതി പറഞ്ഞു. താങ്ക് യു മോനെ. മംഗളാദേവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ദിലുവിൻ്റെ കൈത്തലത്തിൽ മെല്ലെ തൊട്ടു. ഏതായാലും ഞങ്ങൾ അടുത്തൊരു ദിവസം അമ്മയുടെ കുടിലിൽ വരും, തീർച്ച, ദിലു അറിയിച്ചു. ഞാൻ കാത്തിരിക്കും. മംഗളാദേവി കൈവീശി. പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്തു. തനിച്ചായപ്പോൾ സുന്ദരി ദിലുവിനോട് പറഞ്ഞു. പല കാര്യത്തിലും ശകുന്തളാദേവി ടീച്ചറുമായി ഈ മംഗളാദേവി അമ്മയ്ക്ക് സാമ്യമുണ്ട് ഇല്ലേ ദില്ല? പേരിൽ പോലും. പക്ഷെ ഒരു കാര്യത്തിലില്ല, രൂപത്തിൽ. ശകുന്തളാദേവി ടീച്ചർക്ക് ഒരു സന്യാസിനിയുടെ ലുക്കാണ്. ഇവരെ കണ്ടാൽ ഫീൽഡ് ഔട്ടായ ഒരു സിനിമാ താരത്തെ പോലെയാണ് തോന്നുക. എനിക്കറിയാം, ദില്ലിനെ ആ പാവത്തിന് ഇഷ്ടമല്ല, സുന്ദരി പരിഭവിച്ചു. ഇല്ല മോളെ, ദിലു അവളെ സമാധാനിപ്പിച്ചു. നീ ഇഷ്ടപ്പെടുന്നവരെല്ലാം എനിക്കും ഇഷ്ടമാണ്. എന്നിട്ടും മംഗളാദേവിയുടെ കുടിൽ സന്ദർശിക്കുന്ന പരിപാടി നീണ്ടുപോയി. അപ്പോഴാണ് ഒരു ദിവസം മംഗളാദേവി ദിലുവിനെ ഫോണിൽ വിളിച്ചത്. നാളെ എൻ്റെ ജന്മദിനമാണ്. നാളത്തെ നിങ്ങളുടെ അത്താഴം ഇവിടെ. ശരി, ദിലു സമ്മതിച്ചു. എന്നാൽ അന്ന് രാത്രിയിൽ തന്നെ അവന് അച്ഛൻ്റെ കാളും ലഭിച്ചു. നാളെ ഈവനിങ് ഫ്ലൈറ്റിന് നീ ബോംബെക്ക് പോരുക. അത്യാവശ്യമാണ്. പിറ്റേന്ന് തന്നെ മടങ്ങാം. എന്താണ് അച്ഛ കാര്യം? ടെലിഫോണിലൂടെ സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല, എല്ലാം നേരിൽ. ഞാനൊരു അപകടത്തിലായിരിക്കുന്നുവെന്ന് മാത്രം പറയാം. ഫ്ലൈറ്റ് ടിക്കറ്റ് ഗോകുൽദാസ് നിന്നെ ഏൽപ്പിക്കും. യാതൊരു കാരണവശാലും വരാതിരിക്കരുത്. അതോടെ ഫോൺ ഡിസ്കണക്റ്റായി. വിവരം അറിഞ്ഞതും സുന്ദരി നിർബന്ധിച്ചു. തീർച്ചയായും പോകണം ദില്ലൻ. അച്ഛൻ അപകടത്തിലാണെന്നല്ലേ പറഞ്ഞത്? ദിലു വല്ലാതെ ആരുണ്ട് അച്ഛനെ സഹായിക്കാൻ? എന്നാലും നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട്. പഴയ അവസ്ഥയല്ലല്ലോ ഇപ്പോൾ എൻ്റേത്. എനിക്കിവിടെ പല പരിചയക്കാരുമുണ്ടല്ലോ. നമ്മുടെ ട്രൂപ്പ് അംഗങ്ങളിൽ പലരും വൃന്ദാവനത്തിൽ തന്നെ. മാനേജർ ഗോകുൽദാസ് ആണെങ്കിലും നല്ലവനാണ്. എല്ലാറ്റിനുമുപരി മംഗളാദേവിയുടെ സഹായവുമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ദിലു മടങ്ങി വരും വരെ ഞാൻ അവിടെ താമസിക്കാം. സ്ത്രീകൾ മാത്രമുള്ള സ്ഥലമാണെന്നല്ലേ പറഞ്ഞത്? തമ്മിൽ ഭേദം അതാണെന്ന് ദിലുവിനും തോന്നി. വിളിച്ചു ചോദിച്ചപ്പോൾ മംഗളാദേവിക്ക് പൂർണ്ണ സമ്മതം. പിറ്റേന്ന് ദിലുവിൻ്റെ ഫ്ലൈറ്റ് പറന്നുയരുന്ന ശേഷമാണ് സുന്ദരി മംഗളാദേവിയോടൊപ്പം ചെന്ന് അവരുടെ കാറിൽ കയറിയത്. മംഗളാദേവിയെ കൂടാതെ കാറിൽ ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. മുഖം നിറയെ മുറിപ്പാടുകളുള്ള മുരടനായ ഒരു മൊട്ടത്തലയൻ. മംഗളാദേവിയോടൊപ്പം പിന്നിലാണ് സുന്ദരി ഇരുന്നത്. കാർ നീങ്ങിയതും എന്തിനെന്നറിയില്ല മംഗളാദേവി പെട്ടെന്ന് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അവൾ ആ മുഖത്തേക്ക് നോക്കിയിരിക്കെ ആ മുഖം മാറുന്നത് അവൾ കണ്ടു. ഭയം കൊണ്ട് അവൾക്ക് വീർപ്പ് മുട്ടി. സുന്ദരിക്ക് അപരിചിതമായ ഏതൊക്കെയോ വഴികളിലൂടെയാണ് കാർ നീങ്ങിക്കൊണ്ടിരുന്നത്. വൃന്ദാവനത്തിലെ കൃഷ്ണക്ഷേത്രത്തിന് സമീപമാണ് മംഗളാദേവിയുടെ വീടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കാർ ദീർഘദൂരം സഞ്ചരിച്ചു കഴിഞ്ഞതായി സുന്ദരിക്ക് തോന്നി. പൊടുന്നിനെ അവൾ ശകുന്തളാദേവി ടീച്ചറെ ഓർത്തു. സ്നേഹത്തിൻ്റെ അവതാരമായ ടീച്ചർ. അവരിൽ നിന്നുള്ള അനുഭവമാണ് ഈ മംഗളാദേവിയെയും വിശ്വസിക്കാൻ പ്രേരണ നൽകിയത്. സത്യത്തിൽ ദില്ലന് ഈ സ്ത്രീയെ അത്രയൊന്നും വിശ്വാസമായിരുന്നില്ല. താൻ അപ്പോൾ അവർക്ക് വേണ്ടി വാദിച്ചു. ഏറിയാൽ 1-2 ദിവസം. അപ്പോഴേക്കും ദില്ലൻ ഇങ്ങ് വരുമല്ലോ. അതിനിടയിൽ എനിക്കൊന്നും സംഭവിക്കില്ല. ദില്ലനെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. എയറോഡ്രോമിൽ നിന്നും പുറത്തു വന്ന് കാറിൽ കടന്നിരിക്കും വരെ മംഗളാദേവി പരമസാധുവായിരുന്നു. കാർ നീങ്ങിയതോടെയാണ് അവരുടെ നിറം മാറിയത്. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് ഇവരുടെ വണ്ടിയിൽ നിന്നും പുറത്തു കടക്കേണ്ടിയിരിക്കുന്നു. ഭാരതീയയിലെ ചില അംഗങ്ങൾ വൃന്ദാനഗരിയിൽ താമസിക്കുന്നുണ്ട്. അവരിൽ ഒരു സ്ത്രീയുമുണ്ട്, സരോജ. വിശ്വസ്തയാണ്, സ്നേഹശീലയും. അവരുടെ ഒപ്പം താമസിക്കാമായിരുന്നു. പക്ഷേ ഏറെ വിശ്വാസം തോന്നിയത് മംഗളാദേവിയോടാണ്. അവരാണെങ്കിൽ നിർബന്ധമായി ക്ഷണിക്കുകയും ചെയ്തിരുന്നു. മകൾ നഷ്ടപ്പെട്ട അവർ മാതാപിതാക്കൾ ഇല്ലാത്ത തന്നെ സ്വന്തം മകളായി കരുതുന്നുവെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. മംഗളാദേവിയുടേത് ഒരു കെണിയായിരുന്നോ? എത്ര പെട്ടെന്നാണ് ഭാവമാറ്റം! വെറുതെ ഒന്ന് പൊട്ടിച്ചിരിച്ചതേയുള്ളൂ. പക്ഷേ ആ ചിരിക്ക് എന്തൊക്കെയോ ഗൂഢാർത്ഥങ്ങളുണ്ടെന്ന് തീർച്ച.
സുന്ദരമായ ആ മുഖത്ത് ഇപ്പോൾ ഒരു പിശാചിനിയുടെ ഭാവമാണ്. കാർ ഓടിക്കുന്ന മൊട്ടത്തലയനാണെങ്കിൽ എന്തിനും പോന്നവനാണെന്ന് വ്യക്തം. മംഗളാദേവി ഒരു നല്ല സ്ത്രീയാണെങ്കിൽ ഇതുപോലൊരു ഭീകരരൂപിയെ ഡ്രൈവറായി വയ്ക്കേണ്ട ആവശ്യമെന്ത്? നോക്കൂ അമ്മേ. സുന്ദരി മെല്ലെ മംഗളാദേവിയുടെ കൈത്തണ്ടയിൽ തൊട്ടു. അവർ ഞെട്ടിത്തിരിഞ്ഞ സുന്ദരിയെ രൂക്ഷമായി നോക്കി. ഒന്ന് പകച്ചെങ്കിലും സുന്ദരി പറയാൻ വന്നത് തുടർന്നു. ഇവിടെ എവിടെയോ ഞങ്ങളുടെ ട്രൂപ്പിൽ ജോലി ചെയ്യുന്ന സരോജൻ താമസിക്കുന്നുണ്ട്. എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു. ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാമിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയാനുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ദില്ലൻ എന്നെ ഏൽപ്പിച്ചതാണ്. മംഗളാദേവിയിൽ നിന്ന് രക്ഷപ്പെടാൻ സുന്ദരി മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞതാണ്. എന്നാൽ പെട്ടെന്നായിരുന്നു മംഗളാദേവിയുടെ മറുപടി. ഒരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിൽ ചെന്ന ശേഷം ഫോൺ ചെയ്ത് അറിയിക്കാം. പക്ഷേ സരോജത്തിൻ്റെ വീട്ടിൽ ഫോണില്ല. ഇത്രയും പ്രശസ്തമായൊരു ട്രൂപ്പിൽ പങ്കെടുക്കുന്ന കലാകാരിയുടെ വീട്ടിൽ ഫോണില്ലെന്നോ? ആരെ ഇതൊക്കെ വിശ്വസിക്കുക? ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് നമ്മൾ പുറപ്പെടാൻ നേരം നീ ഇക്കാര്യം പറയാത്തതെന്ത്? ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. അല്ല, ഇപ്പോഴാണ് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ഇങ്ങനെയൊരു ഉപായം കണ്ടെത്തിയത്. അമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉപായം കണ്ടെത്തിയെന്നോ? സുന്ദരി തികഞ്ഞ നിഷ്കളങ്കത ഭാവിച്ചു. രക്ഷപ്പെടാനായിരുന്നെങ്കിൽ എനിക്ക് അമ്മയോടൊപ്പം പോരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ചെറിയൊരു പെൺകുട്ടിയല്ലേ നീ? വലിയൊരു മിടുക്കിയാവാൻ നോക്കണ്ട. സൂത്രമൊന്നും ഈ മംഗളയുടെ അടുത്ത് നടക്കില്ല. കർക്കശമായിരുന്നു മംഗളാദേവിയുടെ സ്വരം. പുതിയ ഒരാളെ കാണും പോലെ സുന്ദരി അത്ഭുതത്തിൽ ആ സ്ത്രീയെ നോക്കി. എയറോഡ്രോമിൽ നിന്നും കാർ വിട്ട ഉടൻ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ചുപോയി. അതോടെ നിനക്ക് എന്നെ സംശയമായി. ഞാൻ നിന്നെ വല്ല അപകടത്തിനും കൊണ്ടുപോയി ചാടിക്കുമോ എന്ന്. ഇല്ല, എനിക്ക് അത്തരം സംശയമൊന്നുമില്ല. എൻ്റെ സ്വന്തം അമ്മയോടൊപ്പം ആണ് ഞാൻ യാത്ര ചെയ്യുന്നത്. പെണ്ണെ, നീ വീണ്ടും എന്നെ മടയിയാക്കാൻ ശ്രമിക്കുന്നു. മംഗളാദേവിയുടെ മുഖം തീർത്തും പൈശാചികമായി മാറിയിരുന്നു. നിനക്ക് മംഗളാദേവി ആരാണെന്നറിയില്ല. അറിഞ്ഞാൽ നീ എൻ്റെ അടുത്ത് വേഷം കെട്ടിനൊന്നും മുതിരുകയുമില്ല. അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സുന്ദരിക്ക് യഥാർത്ഥമായും കരച്ചിൽ വന്നു. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാകും. അപ്പോൾ നീ നല്ല കുട്ടിയായി എന്നെ അനുസരിക്കുകയും ചെയ്യും. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം ശുദ്ധ നുണകളാണ്. നൃത്ത വിദ്യാലയമോ ബ്യൂട്ടി പാർലറോ ഒന്നുമല്ല ഞാൻ നടത്തുന്നത്. വൃന്ദാവനത്തിലെ ഏറ്റവും മുന്തിയ വേശ്യാലയമാണ്. സുന്ദരി ശ്വാസം നിലച്ച മട്ടിലായി. താൻ കുരുക്കിയലായെന്ന് അവൾക്ക് തീർച്ചയായി. ചെങ്കടലിൽ നിന്നും ദില്ലൻ തന്നെ രക്ഷിച്ചു. മംഗളാദേവിയിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? എത്രയോ അകലെയാണിപ്പോൾ ദില്ലൻ. എന്നെപ്പറ്റി നീയും നിൻ്റെ കൂട്ടുകാരനും ആരോടും തിരക്കിയിട്ടില്ലെന്ന് എനിക്ക് തീർച്ചയുണ്ട്. തിരക്കിയിരുന്നെങ്കിൽ നല്ലതായി ഒന്നും എന്നെപ്പറ്റി കേൾക്കില്ലായിരുന്നു. എൻ്റെ ഒപ്പം നീ വരികയുമില്ലായിരുന്നു. നിനക്കറിയോ, അന്ന് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരു മകളുണ്ടായിരുന്നില്ല. ഞാൻ പ്രസവിച്ചവളേയല്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ട മകളുടെ സ്ഥാനത്താണ് ഞാൻ നിന്നെ കരുതുന്നതെന്ന് പറഞ്ഞതും നുണ. എനിക്ക് നൃത്തം അറിയില്ല. ആകെ അറിയുന്ന കല വ്യഭിചാര കല മാത്രം. അന്ന് നിങ്ങളുടെ ഗാനപരിപാടിക്ക് ഞാൻ വന്നത് നിന്നെ കെണിയിൽപ്പെടുത്താനായി മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ നേരത്തെ അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. നീ ഒരു അനാഥ പെണ്ണാണെന്ന്, വെറും തെണ്ടിപ്പെണ്ണാണെന്ന്. നിന്നെ കൊന്നുകളഞ്ഞാലും ആരും ചോദിക്കാനില്ലെന്ന്. ആ ധാരണ തെറ്റാണ്. ഒന്ന് പൊരുതി നോക്കാൻ തന്നെയായിരുന്നു സുന്ദരിയുടെ തീരുമാനം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ദില്ലൻ നിങ്ങളെ വെറുതെ വിടില്ല. നിന്റെ ദില്ലൻ? മംഗളാദേവി ചിരികൂട്ടി. അവന് ഞാൻ നിന്നേക്കാൾ സുന്ദരികളായ 100 പെൺകുട്ടികളെ കൊടുക്കും, സൗജന്യമായി. അവൻ്റെ ആശ തീരുവോളം. വണ്ടി നിർത്ത്. എനിക്കിറങ്ങണം. ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല. സുന്ദരി ഒച്ചവെച്ചു. വീണ്ടും മംഗളാദേവി പൊട്ടിച്ചിരിച്ചു, പഴയതിലും ഉച്ചത്തിൽ. പിന്നെ അവർ കാറിനുള്ളിലെ ഒരു ബട്ടണിൽ വിരലമർത്തി. കറുത്ത സൈഡ് ഗ്ലാസുകൾ താനെ ഉയർന്നു. ഒപ്പം അകത്ത് നീലവെട്ടം നിറഞ്ഞു. AC പ്രവർത്തിക്കാനും തുടങ്ങി. ഇനി ഈ കാറിനുള്ളിൽ കിടന്ന് അലറിക്കരഞ്ഞോളൂ. നിന്റെ തൊണ്ട പൊട്ടുന്നത് മിച്ചം. പുറത്ത് ശബ്ദം കടക്കില്ല. അതാണ് ഇതിൻ്റെ സംവിധാനം. ഞാൻ വിചാരിക്കാതെ ഇതിൻ്റെ വാതിലുകൾ തുറക്കുന്നതുമല്ല. പൊടുന്നനെ മംഗളാദേവിയുടെ കയ്യിൽ ഒരു പിസ്റ്റൾ പ്രത്യക്ഷമായി. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? സുന്ദരി വിങ്ങിക്കരഞ്ഞു. അതെ കൊച്ചേ, ഞാൻ പാലക്കാട്ടെ തമ്പുരാൻ്റെ മകളല്ല. എൻ്റെ അമ്മ അയ്യങ്കാരുമല്ല. എനിക്ക് ഭർത്താവും ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ചത് ലുധിയാനയിലാണ്, തട്ടിപ്പുകാരുടെ നാട്ടിൽ. നിന്നെപ്പോലെ ഞാനും അനാഥയായിരുന്നു. ഒരു വേശ്യയാണ് എന്നെ ചതിയിൽപ്പെടുത്തി ബോംബെയിൽ എത്തിച്ചത്. പക്ഷേ ഞാൻ ഭാഗ്യവതിയായിരുന്നു. അതുകൊണ്ട് ഈ നിലയിലെത്തി. പല ഭാഷക്കാരുമായി ഇടപെട്ടതിനാൽ ഞാൻ ഒരുപാട് ഭാഷകൾ പഠിച്ചു. ഒരിക്കൽ എന്നെ ചതിച്ച് ഈ തൊഴിലിൽ എത്തിച്ച സ്ത്രീ ഇന്നെൻ്റെ പരിചാരികയാണ്. നിങ്ങൾ ഒരിക്കൽ ചതിക്കപ്പെട്ടു. അതുപോലെ എന്നെയും ചതിക്കണമോ? ഈ ചതിക്ക് പിന്നിൽ ഞാനല്ല പ്രവർത്തിക്കുന്നതെന്ന് അല്പം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. പെട്ടെന്ന് കാർ നിന്നു. വാതിൽ ഒരു വശത്തേക്ക് തെന്നി നീങ്ങി. സുന്ദരിയുടെ കൈ പിടിച്ച് മംഗളാദേവി പുറത്തിറങ്ങി. 5ഓളം നിലകളുള്ള ഒരു കോൺക്രീറ്റ് സൗധത്തിൻ്റെ പോർച്ചിലാണ് കാർ നിന്നിരുന്നത്. പോർച്ചിൻ്റെ മാർബിൾ തറയിൽ കാർ ഡ്രൈവറുടെ തരത്തിൽപ്പെട്ട കുറേ ഭയങ്കരന്മാർ തലങ്ങും വിലങ്ങും കിടന്നിരുന്നു. എന്തും ചെയ്യാൻ മടിയില്ലാത്ത മൃഗങ്ങളാണ് അവർ. അവരെ ചൂണ്ടി മംഗളാദേവി സുന്ദരിയോട് പറഞ്ഞു. അവർ ഇവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് ഇവിടെ നിന്നും മോചനമില്ല. പിന്നെ സുന്ദരിയുടെ കൈവിടാതെ ലിഫ്റ്റിനരികിലേക്ക് നടന്നു. അവരെ അനുസരിക്കുകയെ തൽക്കാലം നിവൃത്തിയുള്ളൂ എന്ന് സുന്ദരിക്ക് മനസ്സിലായി. നല്ല കുട്ടി ചമഞ്ഞ് ഒപ്പം കൂടിയാൽ അവർ തന്നോട് അല്പമൊക്കെ കരുണ കാണിച്ചെന്ന് വരാം. തന്നെ ഇവർ ആർക്കെങ്കിലും വിൽക്കുകയാണെങ്കിലും അത് 1-2 ദിവസത്തേക്ക് വൈകി കിട്ടിയാൽ മതിയായിരുന്നു.
അതിനകം ദില്ലൻ ഇവിടെ എത്തും. ലിഫ്റ്റിൻ്റെ വാതിൽ അടഞ്ഞതും മംഗളാദേവി പറഞ്ഞു, 5 നിലകളുള്ള ഈ വലിയ ബംഗ്ലാവിൽ എനിക്കിപ്പോൾ 101 പെൺകുട്ടികളുണ്ട്. കൃത്യമെണ്ണമാ. എല്ലാം നിന്റെ പ്രായക്കാരികൾ. എങ്കിലും അവരിൽ എല്ലാവരിലും വച്ച് സുന്ദരി നീ തന്നെയായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. മുഖം കുനിച്ചു നിന്നതല്ലാതെ സുന്ദരി ശബ്ദിച്ചില്ല. മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നിനക്കിവിടെ ഒരു രാജകുമാരിയെപ്പോലെ ജീവിക്കാം. ആഴ്ചയിൽ ഒരിക്കൽ ഒരാളെ മാത്രം നീ സ്വീകരിച്ചാൽ മതി. അതും നിനക്ക് ഇഷ്ടപ്പെട്ടവരെ മാത്രം. ഒരൊറ്റ നിബന്ധനയെ ഞാൻ നിന്റെ മുന്നിൽ വയ്ക്കുന്നുള്ളൂ. സുന്ദരി ശിരസ്സുയർത്തി നോക്കി. നീ ഇനി ഒരിക്കലും നിന്റെ ദില്ലനെ കാണാൻ പാടില്ല. അവനെക്കുറിച്ച് ഓർക്കാൻ പോലും പാടില്ല. നിങ്ങൾക്ക് എന്നെ വിറ്റ് പണം ഉണ്ടാക്കണമെന്നല്ലേ ഉള്ളൂ? സുന്ദരിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക തന്ന് ദില്ലൻ എന്നെ വിലക്കെടുത്തോളും. ദയവ് ചെയ്ത് മറ്റാർക്കും എന്നെ വിൽക്കരുതേ. ഇത്തവണ മംഗളാദേവിയുടെ മുഖമാണ് കുനിഞ്ഞത്. പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ നിന്നെ നിന്റെ ദില്ലനിൽ നിന്നും വേർപിരിക്കാൻ. അവൻ തിരിച്ചെത്തും മുമ്പേ നീ ഒരു തവണയെങ്കിലും മറ്റേതെങ്കിലും ഒരു പുരുഷന് വശംവദയാകണം. എങ്കിലേ അവന് നീ നിഷിദ്ധമായി തീരൂ. കൂപ്പു കൈകളോടെ സുന്ദരി ദീനമായി മംഗളാദേവിയെ നോക്കി. ഇങ്ങനെ ക്രൂരമായി വേർപിരിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? മംഗളാദേവി അതിന് മറുപടി പറയും മുമ്പേ ലിഫ്റ്റ് നിന്നു. വാതിൽ തുറക്കപ്പെട്ടു. അത് 5-ാം നിലയിലായിരുന്നു. രാജകീയമായി അലങ്കരിച്ച ഒരു കിടക്കയിലേക്കാണ് മംഗളാദേവി സുന്ദരിയെ നയിച്ചത്. അറയുടെ വാതിൽ അടഞ്ഞ ശേഷമാണ് മംഗളാദേവി സുന്ദരിയുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത്. നിങ്ങളെ ഞാൻ വേർപിരിക്കുന്നത് എന്നെ പല ആപത്തുകളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ള, എൻ്റെ വൃത്തികെട്ട കച്ചവടങ്ങൾക്ക് സഹായം ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ആത്മസുഹൃത്തിൻ്റെ ആവശ്യപ്രകാരമാണ്. അയാൾ ആരെന്നറിയുമ്പോഴേ നീ ശരിക്കും ബോധവതിയാകൂ. സുന്ദരി കണ്ണുകൾ ചിമ്മാതെ മംഗളാദേവിയെ തന്നെ നോക്കി നിന്നു. ഞാൻ ആ പേർ പറയട്ടെ? മംഗളാദേവി അനുവാദം ചോദിച്ചു. അനുവദിക്കും വിധ സുന്ദരി മെല്ലെ ഒന്ന് മുഖം ഇളക്കി. മോഹനവർമ്മ, നിന്റെ ദില്ലൻ്റെ അച്ഛൻ. സുന്ദരി തളർന്നു പോയി, കുഴഞ്ഞുപോയി. എന്തു പറയുന്നു? മംഗളാദേവി സുന്ദരിയോട് ചോദിച്ചു. 2 മാർഗങ്ങളാണ് നിന്റെ മുന്നിലുള്ളത്. ആദ്യത്തേത് ഞാൻ പറയുന്നത് അനുസരിക്കുക എന്നതാണ്. നിനക്ക് എൻ്റെ കൊട്ടാരത്തിലെ രാജകുമാരിയായി ജീവിക്കാൻ കഴിയും. സർവ്വസുഖങ്ങളും നിനക്ക് ഇവിടെ ലഭിക്കും. ഇഷ്ടപ്പെട്ട പുരുഷനെ മാത്രം നീ സ്വീകരിച്ചാൽ മതി. എന്നാൽ ഇന്ന് രാത്രി തന്നെ ജോലി ആരംഭിച്ചിരിക്കണം. 1 മണിക്കൂറിനുള്ളിൽ നീ ദിലീപിൻ്റെ പെണ്ണല്ലാതായി തീരണം. നീയും നിന്റെ ആദ്യ പുരുഷനുമായുള്ള വേഴ്ച ഈ മുറിയുടെ ചുവരിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ക്യാമറയിലേക്ക് പകർത്തപ്പെടും. രാത്രി മുഴുവൻ ആ ക്യാമറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ കാസറ്റ് പിന്നീട് നിന്റെ ദില്ലൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ്. നിസ്സാരന്മാരൊന്നും ആയിരിക്കില്ല നിന്റെ ആദ്യ രാത്രി പങ്കിടുക. പ്രമുഖരായ 5 വ്യക്തികളുടെ ലിസ്റ്റ് എൻ്റെ കൈവശമുണ്ട്. ഒരു മന്ത്രി, രാഷ്ട്രീയ നേതാവ്, വ്യവസായ പ്രമുഖൻ, ഉദ്യോഗസ്ഥ മേധാവി, പ്രശസ്തനായൊരു കലാകാരൻ. ആദ്യ അനുഭവം ആരിൽ നിന്നായിരിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കുക. 2ാമത്തെ മാർഗം എന്താണെന്ന് കൂടി പറയൂ. അതറിഞ്ഞ ശേഷം തീരുമാനിക്കാം, സുന്ദരി അറിയിച്ചു. എന്തേ, ആദ്യത്തെ മാർഗം നിനക്ക് സ്വീകാര്യമല്ലേ? 2ാമത്തെ മാർഗം കേട്ടിട്ട് പറയാം. എങ്കിൽ കേട്ടോളൂ. ആദ്യത്തെ സുഖകരമായ മാർഗം നിനക്ക് സ്വീകാര്യമല്ലെങ്കിൽ പിന്നീടുള്ള മാർഗം നിന്നെ ബലമായി ഏതെങ്കിലും ഒരു പുരുഷൻ്റെ കിടക്കറയിൽ തള്ളി വാതിലടയ്ക്കുക എന്നതാണ്. ചിലപ്പോൾ എൻ്റെ വളർത്തുന്ന മല്ലന്മാർ തന്നെയായിരിക്കും നിന്നെ ബലാത്സംഗം ചെയ്യുന്നത്. ആ രംഗങ്ങളും ഞങ്ങൾ കാസറ്റിൽ പകർത്തുന്നതും ദിലീപിനെ കാണിച്ചു കൊടുക്കുന്നതുമാണ്. എങ്കിൽ ദിലീപ് കാണുന്നത് മരണം വരെ ഞാൻ പൊരുതുന്നതും ഒടുവിൽ മരിച്ചു വീഴുന്നതുമായിരിക്കും. നീ മരിച്ചാലും ദിലീപിൻ്റെ അച്ഛൻ മോഹനവർമ്മ സന്തോഷിക്കുകയുള്ളൂ. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് നിന്നെ കൊന്നുകളയണമെന്ന് തന്നെയാണ്. ഞാനാണ് നിന്നോട് ഈ സൗജന്യം കാണിക്കാൻ തയ്യാറായത്. ഇതാണോ നിങ്ങളുടെ സൗജന്യം? ഇതിൽ ഭേദം കൊല്ലുന്നതാണ്. ഏതായാലും നിന്നെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിന്നെ പോലെയുള്ള സുന്ദരിമാരെ പണമാക്കി മാറ്റുകയാണ് എൻ്റെ ബിസിനസ്. പിന്നെ നീ പൊരുതാനോ മരിക്കാനോ പ്ലാൻ ചെയ്യണ്ട. പാലിൽ മയക്കുമരുന്ന് നൽകി നിന്നെ മയക്കിയ ശേഷമേ ഞാൻ ഇവിടേക്ക് ആളെ അയക്കുകയുള്ളൂ. വെറുതെ മനക്കോട്ട കെട്ടണ്ട മംഗളാദേവി. നിങ്ങൾ തരുന്ന പാനീയമോ ഭക്ഷണമോ യാതൊന്നും ഞാൻ സ്വീകരിക്കില്ല. നിർബന്ധമാണെങ്കിൽ വേണ്ട. എന്നാൽ നിന്നെ കിടക്കയോട് ചേർത്ത് ബന്ധിച്ചിട്ട് മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ നീ ശവമായി കിടന്ന് എല്ലാറ്റിനും വഴങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എന്തിന് മയക്കുമരുന്നും മറ്റും? എൻ്റെ മലന്മാർ മതിയല്ലോ നിന്നെ ഒതുക്കാൻ. അവരിൽ ഒരാൾ മുഴുവൻ വേണ്ട നിന്നെ പോലൊരു കിളുന്ത് പെണ്ണിനെ കീഴടക്കാൻ. ഞങ്ങളുടെ കസ്റ്റഡിയിലെത്തിയ ഒരു പെണ്ണും ജീവനോടെ ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തന്നെ ഈ മുറിക്കുള്ളിൽ കിടന്ന് നീ എത്ര അലറി വിളിച്ചാലും തൊട്ടടുത്ത കോറിഡോറിൽ പോലും ആ ശബ്ദം കേൾക്കില്ല. നിനക്ക് എന്തും തീരുമാനിക്കാം. 1 മണിക്കൂർ സമയം തന്നിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു വിശിഷ്ട അതിഥി എത്തും. ഒന്നില്ലെങ്കിൽ നിന്റെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനപ്രകാരം. സുന്ദരി ശബ്ദിച്ചില്ല. ശരി. മംഗളാദേവി പുറത്തേക്ക് നടന്നു. അവരുടെ മുന്നിൽ താനെ വാതിൽ തുറക്കപ്പെട്ടു. അവർ പുറത്ത് കടന്നതോടെ വാതിൽ അടയുകയും ചെയ്തു. സുന്ദരി സ്തബ്ധയായി വളരെ നേരം നിന്നു. പിന്നെ രക്ഷാമാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അടഞ്ഞ വാതിലും ചുവരും ഒരേ ഡിസൈനുള്ള വാൾപേപ്പർ കൊണ്ട് പൊതിഞ്ഞിരുന്നതിനാൽ വാതിലിൻ്റെ സ്ഥാനം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ദില്ലൻ മടങ്ങിയെത്തും വരെ പിടിച്ചു നിൽക്കണം. എന്നാൽ അതിനായി മംഗളാദേവിയുടെ ഉടമ്പടി സ്വീകരിക്കാനും വയ്യ. മറ്റ് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നും തോന്നുന്നില്ല. തീരുമാനമെടുക്കാൻ 1 മണിക്കൂറേ തന്നിട്ടുള്ളൂ.
ഒരു ദിവസമെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷാമാർഗം കണ്ടെത്താനായേനെ. ആലോചനയിൽ 1 മണിക്കൂർ കഴിഞ്ഞത് സുന്ദരി അറിഞ്ഞില്ല. പൊടുന്നിനെ ഇൻ്റർകോമിൻ്റെ ബസർ കരഞ്ഞു. ഒരു നിമിഷം എന്ത് വേണമെന്ന് ചിന്തിച്ച ശേഷമാണ് സുന്ദരി റിസീവർ എടുത്തത്. മംഗളാദേവിയാണ് സംസാരിക്കുന്നത്. സുന്ദരി എന്ത് തീരുമാനിച്ചു? ഞാൻ ആരെയാണ് റിങ് ചെയ്യേണ്ടത്? മന്ത്രിയെയോ, രാഷ്ട്രീയ നേതാവിനെയോ, ഉദ്യോഗസ്ഥ മേധാവിയെയോ, വ്യവസായ പ്രമുഖനെയോ, അതോ കലാകാരനെയോ? ആരെയെങ്കിലും തിരഞ്ഞെടുക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അത് കലാകാരനായിക്കൊള്ളട്ടെ. കാലു പിടിച്ച് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചാൽ ഒരുപക്ഷെ മനസ്സലിവ് തോന്നിയാലോ? സുന്ദരി ആശിച്ചു. കലാകാരനായിക്കൊള്ളട്ടെ, അവൾ അറിയിച്ചു. മിടുക്കി. ദക്ഷിണേന്ത്യൻ ഗായക ചക്രവർത്തിയായ അനന്തമൂർത്തിയെയാണ് ഞാൻ അയക്കുന്നത്. പാട്ടുകാരിയായ നീ തീർച്ചയായും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. പാട്ടിൽ മാത്രമല്ല മറ്റ് കലകളിലും ആളൊരു വിശുദ്ധനാണ്. സമ്മതം. സുന്ദരി റിസീവർ വെച്ചു. ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുറിയുടെ വാതിൽ താനെ തുറക്കപ്പെട്ടു. മംഗളാദേവിയോടൊപ്പം സുന്ദരനായ ഒരു മധ്യവയസ്കൻ വാതിൽക്കൽ. കസവും മുണ്ടും സിൽക്ക് ജുബായും ധരിച്ച അയാളുടെ കഴുത്തിൽ സ്വർണ്ണ രുദ്രാക്ഷം. അങ്ങിങ്ങും നരച്ച ഭംഗിയുള്ള താടിയും അല്പം നീട്ടി വളർത്തിയ എണ്ണമയമില്ലാത്ത ചുരുൾ മുടിയും നീണ്ട ഇളകുന്ന മിഴികളും ആളെ ശ്രദ്ധേയനാക്കുന്നു. ഇദ്ദേഹമാണ് അനന്തമൂർത്തി. കൂടെയുള്ള ആളെ മംഗളാദേവി സുന്ദരിക്ക് പരിചയപ്പെടുത്തി. പിന്നെ തിരിച്ചും. ഇവൾ സുന്ദരി. ശരീരം പോലെ സുന്ദരമാണ് ഈ ശാരീരവും. സന്തോഷം. രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. മുഴക്കമുള്ള മധുരസ്വരം. അപ്പം അനന്തമൂർത്തി മെല്ലെ അകത്തേക്ക് വന്നു. അയാൾക്ക് പിന്നിൽ വാതിലടഞ്ഞു. 50 വയസ്സെങ്കിലും ഉണ്ടാവണം. കാഴ്ചയിൽ 10 വയസ്സെങ്കിലും കുറച്ച് തോന്നും. അത്രയ്ക്ക് ആരോഗ്യവും പ്രസരിപ്പും. വളരെ ചെറിയ കുട്ടിയാണ്. ആദ്യത്തെ അനുഭവമാണ് എന്നെല്ലാം മംഗള പറഞ്ഞു. എന്നുവേണ്ട, മുഴുവൻ ഹിസ്റ്ററിയും പറഞ്ഞു എന്ന് കരുതിക്കോളൂ. അനന്തമൂർത്തി സുന്ദരിയുടെ തൊട്ട് അരികിലെത്തി നിന്നു. പ്രേമം വെറും തീജ്വാലയാണ്. കമിതാക്കൾ ഈയാം പാറ്റകളും. ചുറ്റും പറന്നു കളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. തീയിൽ ചാടി ചാവാൻ നോക്കരുത്. അത് കേട്ട് സുന്ദരിയുടെ ഉള്ളിൽ പരിഹാസമാണുണ്ടായത്. പക്ഷേ അവൾ അങ്ങനെ ഭാവിച്ചില്ല. എങ്ങനെയും ഇയാളുടെ മനസ്സ് അലിയിക്കണം. കാമത്തിനു പകരം ഇയാളുടെ ഹൃദയത്തിൽ കരുണ നിറയണം. എന്നെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് തോന്നുന്നു. എങ്കിൽ അങ്ങെങ്കിലും എന്നോട് അല്പം കരുണ കാണിക്കണം. എന്നെ ഈ കുരുക്കിൽ നിന്നും രക്ഷിക്കണം. തീർച്ചയായും. അനന്തമൂർത്തി ഇരു കൈകളും സുന്ദരിയുടെ ഇരു ചുമലിലും വെച്ചു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി മുതൽ നീ എൻ്റേത് മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞാൽ മംഗള സമ്മതിക്കും. എനിക്ക് വേറെ ഭാര്യയും കുട്ടികളുമൊക്കെ ഉണ്ടെങ്കിലും നിന്റെ കാര്യത്തിന് ഒരു കുറവും വരില്ല. പെട്ടെന്ന് സുന്ദരി ആ കായൽക്കിലേക്ക് വീണു. ഇങ്ങനെയൊന്നും പറയരുത് സാർ. എന്നുവെച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടണമെന്നോ? അതെ സാർ, ഞാൻ മറ്റൊരാളെ എൻ്റെ ജീവനുപരി സ്നേഹിക്കുന്നുണ്ട്. അനന്തമൂർത്തി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ കുനിഞ്ഞ് അവളുടെ ശിരസിൽ തൊട്ടു. ശരി, നിന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിച്ച് അവൻ്റെ അടുക്കിലെത്തിക്കാം. പക്ഷേ ഈ രാത്രി നീ എനിക്ക് തരണം. കാല് പിടിച്ചിട്ട് രക്ഷയില്ലെന്ന് സുന്ദരിക്ക് മനസ്സിലായി. അതോടെ മറ്റൊരു ബുദ്ധി തോന്നി. വിടനാണെങ്കിലും ഇയാൾ സ്വരദേവതയുടെ ദാസനാണല്ലോ. ഒന്ന് പയറ്റി നോക്കുക തന്നെ. അനന്തമൂർത്തിയുടെ ഇഷ്ടഗീതം അവൾ ഓർത്തു. ക്ഷീരസാഗര ശയന നനു ആലപിച്ചുകൊണ്ട് തന്നെ അവൾ നിവർന്നു. അനന്തമൂർത്തിയിൽ ഒരു ഞെട്ടലുണ്ടായത് അവൾ കണ്ടു. ധൈര്യമായി സുന്ദരി തുടർന്നു. ചിന്തല പെട്ടവലന രാമക്ഷീരസാഗര ശയന. അനന്തമൂർത്തിയുടെ നീളൻ മിഴികൾ വിടർന്നു വിങ്ങി. എന്തൊരു സ്വരമാതിരി, എന്തൊരു ആലാപനശേഷി! പുരുഷന്മാർ പോലും പാടി ഫലിപ്പിക്കാൻ പണിപ്പെടുന്ന ഗീതം ഒരു ചെറിയ പെൺകുട്ടി അനായാസമായി ആലപിക്കുന്നു. അനന്തമൂർത്തി കിടക്കയിൽ ഇരുന്നു പോയി. വാർണ രാജ്വനു ബ്രോവന വേഗമേ എന്ന് എത്തിയപ്പോൾ തുടയിൽ താളമിട്ടുകൊണ്ട് അനന്തമൂർത്തി ഹായ് ഹായ് എന്ന് പറഞ്ഞു. ഗീതം അവസാനിച്ചതും സുന്ദരി അനന്തമൂർത്തിയുടെ കാലിൽ നമിച്ചു. എന്നാൽ സുന്ദരിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അനന്തമൂർത്തി ചാടി എഴുന്നേറ്റു. അലർസര പരിതാപം. ചെൽവദിന്നലി വേണി പണിബാലെ. ശുദ്ധ മലയാള പദം. കാമചേഷ്ടകളോടെ അനന്തമൂർത്തി സുന്ദരിയോടടുത്തു. ഭയങ്കരൻ എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. ഒപ്പം ഒഴിഞ്ഞൊഴിഞ്ഞു മാറി. അനന്തമൂർത്തി നിർത്തിയതും സുന്ദരി തുടങ്ങി. പരലോക ഭയമൂലേക പരലോക ഭയമൂലേക. അനന്തമൂർത്തി വീണ്ടും കിടക്കയിൽ ഇരുന്നു പോയി. ഒടുവിൽ സഭാഷ് പറഞ്ഞ് തുടയിൽ ഉച്ചത്തിലടിച്ചു. ഉടൻ സുന്ദരി പാടി. എന്തരോ മഹാനുഭാവലു എന്തരീക്ക് വന്ദനമോ. അനന്തമൂർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ അവ അടഞ്ഞു. അയാൾ കിടക്കയിലേക്ക് തളർന്നു വീണു. ആ ഗീതം പൂർണ്ണമായപ്പോഴേ അനന്തമൂർത്തി നിദ്രയിലായി കഴിഞ്ഞിരുന്നു. യഥാർത്ഥമായും ഉറങ്ങിയതോ പരാജയബോധത്തിൽ ഉറക്കം നടിക്കുന്നതോ എന്ന് സുന്ദരിക്ക് മനസ്സിലായില്ല. എന്നാൽ വളരെ സമയം കഴിഞ്ഞിട്ടും അനന്തമൂർത്തി ഉണരാതിരുന്നപ്പോൾ സുന്ദരിക്ക് സമാധാനമായി. അതോടെ അവൾ വീണ്ടും രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു. പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും ഏതോ സ്വിച്ച് അമർത്തിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഓരോ സ്വിച്ചായി അമർത്തി നോക്കി. പല വിളക്കുകളും അണയുകയും തെളിയുകയും ചെയ്തു. ഒരു സ്വിച്ച് അമർത്തിയപ്പോൾ AC ഓഫായി. ഒടുവിൽ മറ്റൊരു സ്വിച്ച് പ്രസ് ചെയ്തു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. ഒപ്പം വാതിൽക്കൽ ഒരു പരിചാരിക പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്തിനാണ് വിളിച്ചത്? ആ സ്ത്രീ ചോദിച്ചു. അതോടെ താൻ അവസാനമായി അമർത്തിയത് കാളിംഗ് ബെല്ലാണെന്ന് സുന്ദരിക്ക് മനസ്സിലായി. വാതിൽ തുറക്കാനുള്ള സ്വിച്ച് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ
ഇവൾ പറഞ്ഞു തരാൻ പോകുന്നില്ല, രക്ഷപ്പെടാൻ അനുവദിക്കുകയുമില്ല. പക്ഷേ തനിക്ക് രക്ഷപ്പെട്ടേ മതിയാവൂ. പെട്ടെന്ന് സുന്ദരി സർവ്വശക്തിയും ആർജിച്ച് ആ പരിചാരികയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. ഒരു നിമിഷം ആ സ്ത്രീ കറങ്ങി താഴെ വീണു. പിന്നെ ഒട്ടും സമയം കളയാതെ സുന്ദരി കോറിഡോറിലൂടെ ഓടി. കോറിഡോറും സ്റ്റെയർ കേസും വിജനമായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പോർച്ചിൽ ഒരു ഭീകരരൂപിയായ വാച്ചറിരുന്ന് ഉറക്കം തൂങ്ങുന്നുണ്ട്. അയാളുടെ മുന്നിലൂടെയല്ലാതെ പുറത്തേക്ക് പോകാൻ വഴിയില്ല. സർവ്വദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് പൂച്ചയുടെ കാൽവയ്പ്പുകളോടെ അവൾ നീങ്ങി. പോർച്ചിൽ വിശ്രമിച്ചിരുന്ന കാർ അവൾക്ക് മറ നൽകി. ബംഗ്ലാവിൻ്റെ ഉയരം കൂടിയ ഗേറ്റ് ചാടാൻ അവൾ അശക്തിയായിരുന്നു. ഒരുപക്ഷെ ഗേറ്റിലും വാച്ചറുണ്ടാവും. ഒടുവിൽ ആ വലിയ കെട്ടിടത്തിന് ചുറ്റും തിരഞ്ഞപ്പോൾ മതിലിനോട് ചേർന്ന് പടർന്നു നിന്നിരുന്ന ഒരു ഒട്ടുമാവ് അവളുടെ കണ്ണിൽപ്പെട്ടു. അതിൻ്റെ ശാഖകളിലൂടെ കയറി അവൾ മതിലിന് വെളിയിലേക്ക് ചാടി. പാതിരാവായതിനാൽ വീതിയിൽ വാഹനങ്ങൾ കുറവായിരുന്നു. കാൽനടക്കാർ ആരും തന്നെയില്ല താനും. എങ്കിലും അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അടിക്കൊണ്ടു വീണ ആ പരിചാരിക ഉണർന്നാലുടൻ മംഗളാദേവിയുടെ ആളുകൾ തൻ്റെ പിന്നാലെ പാഞ്ഞെത്തിയേക്കാം. അതിനിടയിൽ 2 വണ്ടികൾ അവളെ കടന്നുപോയി. അപ്പോഴെല്ലാം അവൾ വഴിയരികെ മരങ്ങളുടെ മറവിൽ ഒളിച്ചു നിന്നു. രക്ഷപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് പിന്നിൽ നിന്നും വളവ് തിരിഞ്ഞു വന്ന ജീപ്പ് അവളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. അല്പം മുന്നോട്ട് പോയ ആ വണ്ടി വേഗം തിരിച്ചു വന്നു. എവിടെയെങ്കിലും ഒളിക്കാൻ കഴിയും മുമ്പ് അവളുടെ അരികിലെത്തി ജീപ്പ് നിന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ജീപ്പിൽ നിന്നും ഇറങ്ങിയത്. മംഗളാദേവിയുടെ ആളുകൾ പോലീസ് വേഷമിട്ട് വന്നതുമാവാം. രക്ഷാമാർഗം തേടി സുന്ദരി ചുറ്റും നോക്കി. എവിടേക്ക് ഓടിയാലും ജീപ്പ് പിന്നാലെ എത്തും. പുറത്തു വന്ന ആളെ കൂടാതെ വേറെയും ആരൊക്കെയോ ജീപ്പിനുള്ളിലുണ്ട്. അവർ തലപ്പുറത്തേക്കിട്ട് നോക്കുന്നു. തൻ്റെ മുന്നിലെത്തിയ കാക്കി വേഷധാരിയുടെ നേർക്ക് കൈകൾ കൂപ്പി ദയനീയമായി സുന്ദരി നിന്നു. വേഷം കൊണ്ട് അയാളൊരു സർക്കിൾ ഇൻസ്പെക്ടറാണെന്ന് സുന്ദരിക്ക് മനസ്സിലായി. ആരാ നീ? സർക്കിൾ ഇൻസ്പെക്ടർ അവളോട് ചോദിച്ചു. ഞാൻ എല്ലാം പറയാം സാർ. എന്നെ രക്ഷിക്കണം. ഞാനൊരു അപകടത്തിൽപ്പെട്ടതാണ്. ഈ വെളിച്ചത്തിലേക്ക് മാറി നിൽക്ക്. വഴിവിളക്കിൻ്റെ ചുവട്ടിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടു. സുന്ദരി അനുസരിച്ചു. ഇൻസ്പെക്ടറുടെ മുഖത്ത് ഒരു നടുക്കം പ്രകടമായി. നീ ഭാരതിയിലെ പ്രധാന ഗായികയല്ലേ, സുന്ദു? അതെ സാർ, സുന്ദരി അറിയിച്ചു. ഒരു സ്ത്രീ എന്നെ ചതിയിൽപ്പെടുത്തിയതാണ്. ഒരു വേശ്യ. അവരുടെ താവളത്തിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഓടി വരികയാണ് ഞാൻ. ഏതായാലും വന്ന് ജീപ്പിൽ കയറ്, എന്നിട്ട് ബാക്കി പറയാം. എന്നെ രക്ഷിക്കണം സാർ. അപ്പോൾ ഇൻസ്പെക്ടർ വേഷധാരിയെ പൂർണ്ണമായി വിശ്വസിക്കാൻ സുന്ദരിക്ക് കഴിഞ്ഞിരുന്നില്ല. കുട്ടി പേടിക്കേണ്ട, ഇൻസ്പെക്ടർ അവളെ സമാധാനിപ്പിച്ചു. നിങ്ങളുടെ പ്രോഗ്രാമുകൾ പലകുറി ആസ്വദിച്ചിട്ടുള്ളവനാണ് ഞാൻ. എൻ്റെ ഭാര്യയുടെ കൈവശം സുന്ദു പാടിയ പാട്ടുകളുടെയെല്ലാം കാസറ്റുകളുണ്ട്. സുന്ദരിക്ക് അല്പം ആശ്വാസമായി. ഒന്നുമില്ലെങ്കിലും തന്നെ അറിയുന്ന ആളാണല്ലോ. തൻ്റെ പാട്ടുകൾ കേട്ടിട്ടുമുണ്ട്. മംഗളാദേവിയുടെ മുഖത്ത് കണ്ടുതരാൻ കൃത്രിമ ഭാവങ്ങളൊന്നും ഈ മുഖത്ത് കാണാനില്ല. കണ്ണുകളിൽ ആത്മാർത്ഥതയാണ് പ്രകടമാകുന്നത്. വിശ്വസിക്കാമെന്ന് തോന്നുന്നു. സുന്ദരി ജീപ്പിനടുത്തെത്തിയതും ഇൻസ്പെക്ടർ പറഞ്ഞു. കുട്ടി മുന്നിൽ കയറിയാൽ മതി. ഡ്രൈവറുടെ അരികിലായി ഇൻസ്പെക്ടർ ഇരുന്നു. ഇൻസ്പെക്ടറുടെ അരികിലായി സുന്ദരിയും. യാത്രക്കിടയിൽ അവൾ എല്ലാം വിശദമായി ഇൻസ്പെക്ടറെ അറിയിച്ചു. മംഗളാദേവി ആരാണെന്ന് വൃന്ദാവനത്തിലെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. എന്നിട്ടും നിങ്ങൾ ആ സ്ത്രീ സൃഷ്ടിച്ച കെണിയിൽ വീണല്ലോ, ഇൻസ്പെക്ടർ സഹതപിച്ചു. ഞങ്ങൾ ആ സ്ത്രീയെക്കുറിച്ച് ആരോടും തിരക്കിയില്ലെന്നതാണ് സത്യം, സുന്ദരി പറഞ്ഞു. പോലീസിന് അവരെക്കുറിച്ച് എല്ലാം അറിയാം. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർ വിചാരിച്ചാൽ അവരെ ഒന്നും ചെയ്യാനാവില്ല. തലപ്പത്തുള്ളവരെല്ലാം ആ സ്ത്രീയുടെ സംരക്ഷകരാണ്. പല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും നീലച്ചിത്രങ്ങൾ അവരുടെ കൈവശമുണ്ടത്രേ. അവരുടെ താവളത്തിൽ ചെലവിടുന്ന രാത്രികൾ അതീവ രഹസ്യമായി ക്യാമറയിലേക്ക് പകർത്തപ്പെടും. പിന്നീട് അത് കാണിച്ച് വൻ തോക്കുകളെ നിലയ്ക്ക് നിർത്തും. ക്ഷേത്ര എന്ന ബംഗ്ലാവിൻ്റെ മിക്കവാറും എല്ലാ കിടക്ക ചുവരുകളിലും മൂവി ക്യാമറ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടത്രേ. പൊടുന്നനുവേ ജീപ്പ് നിന്നു. എൻ്റെ വീടെത്തി, ഇൻസ്പെക്ടർ അറിയിച്ചു. വീട്ടിലെൻ്റെ ഭാര്യയും മോളുമുണ്ട്. എൻ്റെ ഭാര്യ സുന്ദുവിൻ്റെ ഒരു വലിയ ആരാധികയാണെന്ന് പറഞ്ഞല്ലോ. വിരോധമില്ലെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ തങ്ങാം. വഴങ്ങുകയെ സുന്ദരിക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. മുരളീരവത്തിലെ തൻ്റെ മുറിയിൽ കൊണ്ടുപോയി വിടണമെന്ന് ആവശ്യപ്പെട്ടാലും ദിലൻ്റെ അച്ഛൻ തങ്ങൾക്ക് എതിരായ സ്ഥിതിക്ക് തനിക്ക് അവിടെ താമസിക്കുന്നത് അപകടമാണ്. ഇൻസ്പെക്ടറുടെ വീടിൻ്റെ വാതിക്കൽ ഭാര്യയും 5 വയസ്സുകാരിയായ മോളും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പാതിരാവായിട്ടും ഇവൾ ഉറങ്ങിയില്ലേ? മകളെ ചൂണ്ടി ഇൻസ്പെക്ടർ ഭാര്യയോട് ചോദിച്ചു. പാതിരാവിൽ മോളെയും അമ്മയെയും തനിച്ചാക്കി അച്ഛൻ പുറത്തുപോയാൽ മോളെങ്ങനെ ഉറങ്ങും? ഭാര്യയുടെ മറുചോദ്യം. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കാര്യം അമ്മയും മോളും ഒരുപോലെ മറക്കുന്നു, ഇൻസ്പെക്ടർ പറഞ്ഞു. പിന്നെ സുന്ദരിയെ ചൂണ്ടി ഭാര്യയോട് ചോദിച്ചു. ആകട്ടെ, താൻ അറിയുമോ ഈ കക്ഷിയെ? ഗായിക സുന്ദു അല്ലേ? അവർ ആരാഞ്ഞു. ആദ്യ കാഴ്ചയിലേ എനിക്ക് മനസ്സിലായി. ഈ പാതിരാവിൽ നിങ്ങളോടൊപ്പം എങ്ങനെ വന്നു എന്നത് മാത്രമേ മനസ്സിലാകാതെയുള്ളൂ. അതെല്ലാം സുന്ദു തന്നെ നിൻ്റെ അടുത്ത് പറയും. കുട്ടിയെ അകത്തേക്ക് വിളിച്ചോളൂ. ഇൻസ്പെക്ടറുടെ ഭാര്യ സുന്ദരിയെ അകത്തേക്ക് നയിച്ചു. കഥ മുഴുവൻ അറിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് സുന്ദരിയോട് നിറഞ്ഞ സഹാനുഭൂതിയും സഹോദരി നിർവിശേഷമായ സ്നേഹവുമായി. ദിലീപ് വന്ന ശേഷം സുന്ദരി ഇവിടെ നിന്ന് പോയാൽ മതി. ദിലീപ് വന്നാലുടൻ ഞങ്ങൾക്ക് വിവരം തരണമെന്ന് മുരളീവനത്തിലെ മാനേജറെ വിളിച്ച് അറിയിപ്പിച്ചേക്കാം.
ഞാൻ ഇവിടെ ഉണ്ടെന്ന് മുരളീവരത്തിൽ അറിയിക്കേണ്ട, സുന്ദരി പറഞ്ഞു. ഇല്ല, ഇൻസ്പെക്ടറുടെ പത്നി സമ്മതിച്ചു. ദിലീപ് വന്ന ശേഷം ദിലീപിനോട് സ്വകാര്യമായിട്ടേ ഞങ്ങളത് പറയൂ. സുന്ദരിക്ക് സമാധാനമായി. എന്നാൽ ആ സമയത്ത് ബോംബെയിലെ ഒരു നക്ഷത്ര ഹോട്ടലിലെ AC സ്യൂട്ടിൽ ദിലു ആകെ അസ്വസ്ഥനായി കിടക്കുകയായിരുന്നു. ബോംബെയിലെത്തി ഇത്ര സമയമായിട്ടും തന്നെ എന്തിനാണ് ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്നായിരുന്നു ടെലിഫോണിൽ വൃന്ദാവനത്തിലേക്ക് അറിയിച്ചത്. എന്നാൽ ഇവിടെയപ്പോൾ അത്രയും യാതൊരു അവസ്ഥയും കാണാനില്ല. എന്തിനാണ് എന്നെ ഇത്ര ധൃതിയിൽ ഇവിടേക്ക് വരുത്തിയത് എന്ന ചോദ്യത്തിന് പറയാമെന്ന് മാത്രമായിരുന്നു മറുപടി. സുന്ദരിയെ വൃന്ദാവനത്തിൽ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത്. ഒരുപക്ഷെ താനും അവളുമായുള്ള ബന്ധം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവുമോ? തന്നെ അവളിൽ നിന്നും അകറ്റാൻ വേണ്ടിയാവുമോ വളരെ പെട്ടെന്ന് ടെലിഫോൺ ചെയ്ത് ബോംബെയിലേക്ക് വരുത്തിയത്? ശ്രാവണപുരിയിൽ നിന്നും തന്നെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നതും ഇതുപോലെ തന്നെ വളരെ ആകസ്മികമായിട്ടായിരുന്നുവല്ലോ. അന്നും ഇതേ ഉദ്ദേശം തന്നെയായിരുന്നു അച്ഛൻ്റേത്. എങ്കിൽ ശ്രാവണപുരിയിൽ വെച്ച് തന്നെ തങ്ങളുടെ ബന്ധം അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവണം. അവിടുത്തെ മാനേജർ സുബ്രഹ്മണ്യം ഭയങ്കരനാണ്, അച്ഛൻ്റെ വലം കൈയുമാണ്. ശ്രാവണപുരിയിൽ നിന്നും പോരേണ്ടി വന്നപ്പോൾ സുന്ദരിയെ സുരക്ഷിതമായി ശകുന്തളാദേവി ടീച്ചറുടെ പക്കൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. വൃന്ദാവനത്തിലെ മംഗളാദേവിയെ അതുപോലെ വിശ്വസിക്കാൻ വയ്യ. ശകുന്തള ടീച്ചറെ തനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. മംഗളാദേവിയെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് വൃന്ദാവനത്തിലെ ഒരു സംഗീത പരിപാടിക്കിടയിലാണ്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ അവരെക്കുറിച്ച് വ്യക്തമായി യാതൊന്നും അറിയില്ല. അവരെക്കുറിച്ച് എന്തൊക്കെയോ അപവാദങ്ങളുണ്ടെന്ന് ഒരിക്കൽ അവർ തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എല്ലാം പെട്ടെന്നായിരുന്നുകൊണ്ട് ആരോടും അവരെക്കുറിച്ച് തിരക്കാനും കഴിഞ്ഞില്ല. അവരുടെ പക്കൽ സുന്ദരിയെ ഏൽപ്പിച്ച് ഇത്ര ദൂരം പോരേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നതേയല്ലോ. ഒരുപക്ഷെ ആ സ്ത്രീ വിശ്വസ്തയല്ലെങ്കിൽ ഓർത്തപ്പോൾ ദിലുവിന് ഭയമായി. ഏതായാലും ഈ രാത്രി പുലരും വരെ സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. ദിലു ഉറക്കം വിളിച്ചു കിടക്കുമ്പോൾ സുഖനിദ്രയിലായിരുന്ന മോഹനവർമ്മയുടെ മുറിയിൽ ടെലിഫോൺ ശബ്ദിച്ചു. ഹലോ വർമ്മജി, മംഗളാദേവിയുടെ ശബ്ദം. മോഹനവർമ്മയ്ക്ക് ആഹ്ലാദമായി. കുറേ മുമ്പ് മംഗളാദേവി വിളിച്ചിരുന്നതാണ്. തൻ്റെ ഏകമകനെ കറക്കിയെടുത്തവളുടെ മുറിയിലേക്ക് വികാരജീവിയും മധ്യവയസ്കനുമായ ഒരു സംഗീതജ്ഞനെ അയച്ചിരിക്കുകയാണെന്നായിരുന്നു അറിയിപ്പ്. ആ കിടക്കറയിലെ രംഗങ്ങൾ കാസറ്റിൽ പകർത്തി ദിലുവിന് സമ്മാനിക്കാനാണത്രേ മംഗളയുടെ തീരുമാനം. എന്താ മംഗള? മോഹനവർമ്മ ചോദിച്ചു. ആ പെണ്ണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ വർമ്മജി. ഒരു നിമിഷത്തേക്ക് മോഹനവർമ്മ സ്തബ്ധനായി. പിന്നെ ചോദിച്ചു, മംഗളയുടെ ആ കൂറ്റൻ ക്ഷേത്രത്തിൽ നിന്നും ആ പെണ്ണ് രക്ഷപ്പെടുകയോ? അതെ, ആദ്യത്തെ അനുഭവം. ഞാൻ എല്ലാ വശത്തേക്കും ആളെ അയച്ചിട്ടുണ്ട്. എങ്ങനെയും അവളെ ഞാൻ പിടിക്കും. അതുവരെ ദിലുമോനെ ഇങ്ങോട്ട് അയക്കരുത്. ദിലുമോൻ ഇവിടെ എത്തിയാൽ അവൾ അന്വേഷിക്കും. ദിലുമോൻ്റെ കയ്യിൽ തന്നെ അവൾ വീണ്ടും ചെന്നുപെട്ടാൽ ഇനി ഒരിക്കലും അവരെ അകറ്റാനാവില്ല. ശരി, എങ്ങനെയും ഞാൻ ദിലുവിനെ ഇവിടെ പിടിച്ചു നിർത്താം. മോഹനവർമ്മ ഏറ്റു. പിറ്റേന്ന് രാവിലെ തന്നെ ദിലു അച്ഛൻ്റെ മുന്നിലെത്തി. എനിക്ക് മടങ്ങിപ്പോകണം. ഒരാഴ്ച കൂടി കഴിയട്ടെ. എങ്കിൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നെങ്കിലും പറയും. ആവശ്യമുണ്ട്. ആ ആവശ്യം എന്താണെന്ന് ഞാൻ കൂടി അറിയട്ടെ. മടങ്ങിപ്പോകാൻ നിനക്ക് എന്താണ് ഇത്ര തിടുക്കം? എൻ്റെ മ്യൂസിക് ട്രൂപ്പിൻ്റെ പ്രോഗ്രാമുകൾ മുടങ്ങും. ട്രൂപ്പിലെ അംഗങ്ങളോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നെ വിശ്വസിച്ചാണ് അവർ മറ്റു ട്രൂപ്പുകളിൽ നിന്നും വിട്ട് എൻ്റെ ഒപ്പം പോകുന്നത്. എത്ര തുക അവർക്ക് നഷ്ടപരിഹാരമായി വേണമെന്ന് ചോദിക്കേ, ഞാൻ കൊടുക്കും. നഷ്ടപരിഹാരത്തിൻ്റെ പ്രശ്നമേയില്ല. എൻ്റെ ട്രൂപ്പ് തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ ആഗ്രയിലെ ഹോട്ടൽ പ്രേം മന്ദിറിലേക്ക് അയക്കുകയാണ്. മ്യൂസിക് ട്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിമേൽ അവിടെ തുടരാം. ശരി, പക്ഷേ അതിനു മുമ്പ് എനിക്ക് വൃന്ദാവനത്തിലൊന്ന് പോകണം. എന്തിന്? ട്രൂപ്പ് അംഗങ്ങളെ ടെലിഫോണിൽ വിവരം അറിയിച്ചാൽ പോരെ? പോരാ. എന്താ, നീ അവിടെ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ? ഉണ്ട്, വിലപ്പെട്ട ഒരു സാധനം ഞാനവിടെ മറന്നു വെച്ചിട്ടാണ് പോകുന്നത്. മോഹനവർമ്മയുടെ മുഖം ഇരുണ്ടു. ശരി, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നിന്നെ മുടക്ക ടിക്കറ്റ് ഏൽപ്പിക്കും. മറുപടി പറയാതെ ദിലു മുറിവിട്ട് പോന്നു. അന്ന് തന്നെ അവൻ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ വൃന്ദാവനത്തിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് സംഘടിപ്പിച്ചു. ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ഏതാനും മിനിറ്റുകൾ മുമ്പാണ് അവൻ അച്ഛനെ ടെലിഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചത്. ഞാൻ വൃന്ദാവനത്തിന് മടങ്ങുകയാണ്. ആഗ്രയ്ക്ക് ഞാനില്ല. ഞാൻ എൻ്റെ ട്രൂപ്പുമായി മുമ്പോട്ട് പോവുകയാണ്. മോഹനവർമ്മ ടെലിഫോൺ റിസീവർ കാർഡിലേക്ക് എറിഞ്ഞു. അയാളുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഇല്ലടാ, എന്നെ വിഡ്ഢിയാക്കിയിട്ട് നീ മിടുക്കനാവാൻ നോക്കണ്ട. നിന്നെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരും. നോക്കിക്കോ. ഫ്ലൈറ്റ് വൃന്ദാവനത്തിൽ എത്തിയതും എയറോഡ്രോമിൽ നിന്ന് തന്നെ ദിലു ടെലിഫോണിൽ മംഗളാദേവിയുമായി ബന്ധപ്പെട്ടു. ഞാൻ വന്നു കേട്ടോ അമ്മേ. ഞാനെന്ന് പറഞ്ഞാൽ? തികച്ചും അപരിചിത ഭാവത്തിൽ മറുചോദ്യം. മംഗളാദേവി അമ്മയല്ലേ സംസാരിക്കുന്നത്? ഞാൻ ദിലുവാണ്, ദിലീപ് വർമ്മ. ദിലുവോ? ഏത് ദിലു? ദിലു വല്ലാതായി. മംഗളാദേവിയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നു. അവർക്ക് ദിലു എന്നാൽ ആരാണെന്ന് അറിയാത്ത മട്ടുമാണ്. അന്ന് തന്നെ ബോംബെ ഫ്ലൈറ്റിന് യാത്ര അയച്ചത് മംഗളാദേവിയാണ്. അവരുടെ കയ്യിലാണ് താൻ സുന്ദുവിനെ ഏൽപ്പിച്ചത്. എന്നിട്ട് അവർ തന്നെ അറിയില്ലെന്ന് നടിച്ചാൽ എന്താണ് ഇനി പറയുക? മംഗളാദേവി തന്നെയാണോ സംസാരിക്കുന്നത്? അവരുടെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് ദിലു വീണ്ടും ആരാഞ്ഞു. അതെ, നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ ദിലീപാണ്, ഹോട്ടൽ മുരളീവരത്തിൻ്റെ MD, ഭാരതീയ ഗായക സംഘത്തിലെ പ്രധാന ഗായകൻ. എൻ്റെ സുന്ദുവിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചാണ് ബോംബെക്ക് പോയത്. ഹോട്ടൽ മുരളീവരത്തിൻ്റെ MDയോ? ആ ഹോട്ടലിൽ ഞാൻ താമസിച്ചിട്ടില്ലല്ലോ.
പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളറിയും? ഭാരതിയുടെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അവിടുത്തെ ഗായകരെ ആരെയും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ദിലു സ്തബ്ധനായി. മംഗളാദേവി തമാശ പറയുന്നതല്ലെങ്കിൽ ഇതൊരു ചതിയാണ്, തീർച്ച. അച്ഛൻ തന്നെ ബോംബെയിലേക്ക് വിളിപ്പിച്ചതും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ബോംബെയിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാൽ കിട്ടിയ ഒപ്പമാണ് മംഗളാദേവി തങ്ങളെ അവരുടെ പിറന്നാൾ സദ്യയ്ക്ക് ക്ഷണിച്ചതും. ദിലുവിന് ഭീതിയായി. മംഗളാദേവിയെ ആദ്യം പരിചയപ്പെട്ടത് മുതലുള്ള ഓരോ സംഭവവും ഓർത്തു. മംഗളാദേവി മനഃപൂർവ്വമായി തങ്ങളോട് അടുക്കുകയായിരുന്നില്ലേ? വൃന്ദാവനത്തിലെ കൃഷ്ണക്ഷേത്രത്തിനടുത്താണ് ഇവരുടെ വീടെന്നാണ് പറഞ്ഞത്. ക്ഷേത്ര മെത്തമെന്നാണത്രേ അതിൻ്റെയും പേര്. ഒരു ടൂറിസ്റ്റ് ടാക്സിയിൽ ദിലു മംഗളാദേവിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അധികം തിരയാതെ തന്നെ മംഗളാദേവിയുടെ ക്ഷേത്രം കണ്ടെത്തി. എന്നാൽ വളരെ നേരം കാത്തിരുന്ന ശേഷമാണ് മംഗളാദേവി അവരുടെ ലോബിയിൽ ദിലുവിന് ദർശനം അരുളിയത്. ദിലു മുമ്പ് പരിചയപ്പെട്ട അതേ മംഗളാദേവി തന്നെയായിരുന്നു അത്. എങ്കിലും അവരുടെ മുഖത്തുണ്ടായിരുന്നത് മുമ്പ് കണ്ട ഭാവമായിരുന്നില്ല. എന്തു വേണം? അവൾ ദിലുവിനോട് ചോദിച്ചു. എൻ്റെ സുന്ദു ഇവിടെ? അങ്ങനെയൊരു പെൺകുട്ടി ഇവിടെ ഇല്ലല്ലോ. വേറെ 100ഓളം സുന്ദരികൾ എൻ്റെ ക്ഷേത്രത്തിലുണ്ട്. അല്പം റേറ്റ് കൂടുതലാണെങ്കിലും അവരിൽ ആരെ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ക്ഷേത്രം തിരക്കി കണ്ടുപിടിക്കുന്നതിനിടയിൽ മംഗളാദേവി ആരാണെന്ന കാര്യവും ദിലുവിന് അറിയാൻ കഴിഞ്ഞിരുന്നു. അവരുടെ കൈവശമെത്തുന്ന സാധു പെൺകുട്ടികളുടെ അവസ്ഥ ഊഹിച്ചാൽ മതിയാവും. ഈ പിശാചിനി തൻ്റെ സുന്ദുവിനെ നശിപ്പിച്ചിരിക്കും, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിരിക്കും. മാനം നശിച്ചാൽ അവൾ ജീവിച്ചിരിക്കുകയുമില്ല. എവിടെ എൻ്റെ സുന്ദു? നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അപരിചിതത്വം നടിച്ചിട്ട് കാര്യമില്ല. രക്ഷപ്പെടാമെന്നും കരുതേണ്ട. നീ നിന്റെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചാൽ മതി മോനെ. നിനക്ക് എന്നെ മനസ്സിലായി എന്ന ധാരണയും തെറ്റാണ്. ഞാൻ ആരാണെന്ന് നീ വ്യക്തമായി അറിഞ്ഞിട്ടില്ല. ഇല്ല, നിങ്ങളെ ഞാൻ വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ അല്പം വൈകിപ്പോയി എന്ന് മാത്രം. എന്നെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എൻ്റെ അടുത്തിങ്ങനെ ക്ഷോഭിക്കില്ലായിരുന്നു. ക്ഷോഭിക്കുകയല്ല, എൻ്റെ പെൺകുട്ടിയെ തിരിച്ചു കിട്ടാതെ ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. ആഹാ, മംഗളാദേവി പൊട്ടിച്ചിരിച്ചു. നിനക്ക് ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. അതല്ലേ സത്യം? എൻ്റെ പെണ്ണെവിടെ? ഗർജിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു ദിലു മംഗളാദേവിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിങ്ങളെ ഈ നിമിഷം കൊല്ലു ഞാൻ. എൻ്റെ സുന്ദുവിനെ തിരിച്ചു കിട്ടാതെ ഞാൻ പോകില്ല. ഒരു നിമിഷം ശ്വാസത്തിനു വേണ്ടി മംഗളാദേവി ഞെരുങ്ങി. അടുത്ത നിമിഷം പുറത്തുനിന്നും വാതിൽ തള്ളി തുറന്ന് 4-5 ഭീകരരൂപികൾ അകത്തു വന്നു. അവർ ദിലുവിൻ്റെ മേൽ ചാടി വീണു. അതോടെ മംഗളാദേവി സ്വതന്ത്രയായി. കഴുത്ത് തടവിക്കൊണ്ട് അവർ തൻ്റെ കിങ്കരന്മാർക്ക് ആജ്ഞ കൊടുത്തു. ആ പയ്യനെ കൊണ്ടുപോയി താഴെ പാറയിലെറിയി. പക്ഷേ കൊല്ലരുത്, നമുക്ക് വേണ്ടപ്പെട്ടവനാണ്. ഭീകരകാരന്മാരായ പരിചാരകർ ദിലുവിനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി ദിലു വന്ന ടൂറിസ്റ്റ് ടാക്സിയുടെ വാതിൽ തുറന്ന് അവനെ അതിലേക്ക് തള്ളി. ഇനിമേലാൽ ഈ പരിസരത്ത് കണ്ടുപോകരുത്, ഒരു താക്കീത് നൽകി. ടാക്സി ഡ്രൈവർ വല്ലാതെ ഭയന്നു പോയിരുന്നു. എന്തിനാ സാർ വെറുതെ അവരോട് വഴക്കിന് പോയത്? അയാൾ ദിലുവിനോട് ചോദിച്ചു. അവരോട് ഇഴഞ്ഞിട്ടുള്ളവരാരും ജീവനോട് തിരികെ പോന്നിട്ടില്ല. ഞാൻ വിചാരിച്ചത് സാർ വല്ല പെണ്ണിനെയും തേടി പോയതാകുമെന്നാണ്. അതെ, ഞാനൊരു പെണ്ണിനെ തേടി പോയതാണ്. എൻ്റെ പെണ്ണിനെ തേടി. ദിലു കിതച്ചു. സാറിൻ്റെ പെണ്ണിനെയോ? എന്നുവെച്ചാൽ? ഞാൻ വിവാഹം ചെയ്യാനിരുന്ന പെണ്ണ്. അയ്യോ, മംഗളാദേവിയുടെ കയ്യിൽപ്പെട്ടാൽ പിന്നെ ഒരു പെണ്ണിനെയും തിരികെ കിട്ടില്ല. ഇതിനകം എത്രയോ പേർക്ക് അവർ ആ കുട്ടിയെ വിറ്റിരിക്കും. ദിലു കാതുപൊത്തി. അരുത്, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. എൻ്റെ സുന്ദുവിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ സഹിക്കില്ല. ടാക്സി ഡ്രൈവർ ഓറിച്ചിരിച്ചു. അയാൾ വണ്ടി പുറത്തേക്കെടുത്തു. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്, ദിലു ആവശ്യപ്പെട്ടു. പോലീസിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല സാർ. ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും മംഗളാദേവിയുടെ കയ്യാളുകളാണ്. മംഗളാദേവിയിൽ നിന്നും ശമ്പളം പറ്റുന്നവരാണ്. എന്തിനേറെ, പോലീസ് മന്ത്രി പോലും അവർക്കെതിരായി ഒന്നും ചെയ്യില്ല. സാർ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകനാണെങ്കിൽ പോലും മംഗളാദേവിയോട് കളിച്ചാൽ തോറ്റു പോവുകയുള്ളൂ. മംഗളാദേവി വിചാരിച്ചാൽ ഇവിടുത്തെ മന്ത്രിസഭ പോലും എഴുതാൻ കഴിയും. എന്നിട്ടും ദിലു പിന്തിരിഞ്ഞില്ല. അവൻ തൻ്റെ പരിചയക്കാരനായ DSPയുടെ ഓഫീസിലേക്കാണ് നേരെ പോയത്. ഒരിക്കൽ ഭാരതിയുടെ പരിപാടിക്ക് കുടുംബസഹിതം എത്തിയപ്പോഴാണ് അദ്ദേഹവുമായി പരിചയമായത്. പരാതി കേട്ടത് DSP പുഞ്ചിരിച്ചു. സമാധാനമായിരിക്കണം മിസ്റ്റർ ദിലീപ് വർമ്മ. എന്നല്ലാവുന്നതെല്ലാം ഞാൻ ചെയ്യാം. ആ പെൺകുട്ടി മംഗളാദേവിയുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ അവളെ ഇനി തിരിച്ചു കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെ പരിശുദ്ധി നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ അവളെ ഞാൻ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കാം. പക്ഷേ മംഗളാദേവിക്ക് എതിരായി പരാതിയൊന്നും ഇവിടെ സ്വീകരിക്കില്ല. അവർക്കെതിരെ പരാതിപ്പെട്ടിട്ടും കാര്യമില്ലെന്നും കൂട്ടിക്കോളൂ. തകർന്ന ഹൃദയത്തോടും കുനിഞ്ഞ ശിരസോടുമാണ് ദിലു ഹോട്ടൽ മുരളീവരത്തിൽ തിരിച്ചെത്തിയത്. അപ്പോഴാണ് ഹോട്ടൽ മാനേജർ ഗോകുൽദാസ് അറിയിച്ചത്. സാറിനെ കുറേ തവണ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ടെലിഫോണിലൂടെ തിരക്കിയായിരുന്നു. CA പ്രഭാകരൻ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നമ്പറും തന്നിട്ടുണ്ട്. സാർ വന്നാലുടൻ അങ്ങോട്ട് വിളിക്കാനും പറഞ്ഞിരുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, എന്തോ സ്വകാര്യമാണ്. ദിലു അപ്പോൾ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ പ്രഭാകരൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, CA പ്രഭാകരൻ സ്പീക്കിംഗ്. ഞാൻ ദിലീപ് വർമ്മയാണ്. ദിലു? യെസ്, ദില്ലൻ. അങ്ങനെ എന്നെ ഒരാളെ വിളിക്കാറുള്ളൂ. ദാറ്റ്സ് ഗുഡ്. നിങ്ങൾ എത്രയും നേരത്തെ എൻ്റെ വീട് വരെ ഒന്ന് വരണം. ആവശ്യം ഗുണമുള്ള കാര്യമാണ്, വന്നിട്ട് പറയാം.
തുടർന്ന് വീട്ടിലേക്ക് വരാനുള്ള വഴി പറഞ്ഞു കൊടുത്ത് ശേഷം നേരിൽ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയും ചെയ്തു. വിശ്രമിക്കാൻ നിൽക്കാതെ ദിലു കാറും എടുത്ത് പുറപ്പെട്ടു. മിനിഞ്ഞാന്ന് രാത്രിയിൽ പെട്ടെന്നുണ്ടായ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനോടൊപ്പം കുറേ ദൂരം പോയിട്ട് വരികയായിരുന്നു, സർക്കിൾ ഇൻസ്പെക്ടർ പ്രഭാകരൻ പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ജീപ്പിന് മുന്നിൽ പ്രത്യക്ഷയായത്. ഒരു പ്രേതകഥ കേൾക്കും പോലെ കണ്ണും തുറച്ചിരുന്നു ദിലീപ്. പെട്ടെന്നാണ് അകത്തെ വാതിൽക്കൽ മിസ്സിസ് പ്രഭാകരനോടൊപ്പം സുന്ദരി എത്തിയത്. ദിലീപിനെ കണ്ടതും എൻ്റെ ദില്ല എന്ന് കരഞ്ഞുകൊണ്ട് അവൾ ഓടി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. സുന്ദു, ദിലു അവളെ വാരിപ്പുണർന്നു. അന്ന് രാത്രി ബോംബെയിൽ മോഹനവർമ്മയുടെ ഹോട്ടലിലെ സ്യൂട്ടിൽ ടെലിഫോൺ ശബ്ദിച്ചു. മോഹനവർമ്മ ഫോൺ എടുത്തപ്പോൾ മറുവശത്ത് ദിലീപിൻ്റെ ശബ്ദം. അച്ഛൻ്റെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അച്ഛൻ്റെ സഹായികളുടെ ആത്മാർത്ഥതയും അസാധാരണമാണ്. എന്നാൽ ദൈവം ഞങ്ങളുടെ പക്ഷത്തായിരുന്നു. എങ്കിലും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ഞാൻ തയ്യാറല്ല. നാളെ തന്നെ ഞാനും സുന്ദവും വൃന്ദാവനത്തിൽ നിന്നും കേരളത്തിലേക്ക് പറക്കുകയാണ്. ഭാരതീയ ഗായക സംഘം ഇനിയും മുതൽ പ്രവർത്തിക്കുക കേരള മണ്ണിലായിരിക്കും. ദിലു ഫോൺ വച്ചു. മോഹനവർമ്മ തരിച്ചിരുന്നു പോയി. ആ പെണ്ണ് അവൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയ വിവരം അല്പം മുമ്പേ മാനേജർ ഗോകുൽദാസിൽ നിന്നും ചോർത്തിയെടുത്തതാണ്. എന്നാൽ അവർ രണ്ടുപേരും കേരളത്തിലേക്ക് പോവുകയാണെന്നത് പുതിയ അറിവാണ്. മാത്രമല്ല അതൊട്ടും അനുവദനീയവുമല്ല. മഹേഷ് വർമ്മയുടെയും മകൾ വന്ദനയുടെയും കൺമുന്നിലേക്ക് ദിലു ഒരു പെണ്ണിൻ്റെ കൈയും പിടിച്ച് കടന്നു ചെന്നാൽ, പ്രത്യേകിച്ചും മ്യൂസിക് ട്രൂപ്പ് ആകുമ്പോൾ വർമ്മയും മകളും എങ്ങനെയും ദിലുവിൻ്റെ രഹസ്യബന്ധം മണത്തറിയും. കലാരംഗവുമായി ബന്ധപ്പെട്ടവരുടെ സ്വകാര്യ ജീവിതം എളുപ്പം പരസ്യമാകുമല്ലോ. ദിലുവിന് മറ്റൊരു പെണ്ണുമായി ബന്ധമുള്ള വിവരം മഹേഷ് വർമ്മയോ മകളോ അറിയാൻ പാടില്ല. എന്തെല്ലാം സൂത്രം പ്രയോഗിച്ചിട്ടാണ് ദിലുവിനെ ശ്രാവണപുരത്തു നിന്നും വൃന്ദാവനത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത്? ഇല്ല, അവർ കേരളത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവരുടെ യാത്ര മുടക്കും. നാളെ അവർ കേരളത്തിലേക്ക് പറക്കില്ല. അതിനു മുമ്പേ മോഹനവർമ്മ വൃന്ദാവനത്തിലെത്തും, ഉറപ്പ്. വൃന്ദാവനത്തിൽ പ്രഭാതം പൊട്ടിവിടരുകയാണ്. ജനലഴികളുടെ അരികിൽ പുറത്തേക്ക് നോക്കി നിന്ന് സുന്ദരി മന്ദഹസിച്ചു. വൃന്ദാവനത്തിലെ തങ്ങളുടെ ദിവസങ്ങൾ അവസാനിക്കുകയാണ്. പുലരുന്നതിന് വളരെ മുമ്പ് ദിലുവും സുന്ദരിയും ഉണർന്നു കഴിഞ്ഞിരുന്നു. തിരക്കിട്ട് കുളിയും മറ്റും പൂർത്തിയാക്കി. തലേ രാത്രി തന്നെ സാധനങ്ങൾ പാക്ക് ചെയ്തു വച്ചിരുന്നു. തങ്ങളുടെ യാത്രയെക്കുറിച്ച് ട്രൂപ്പിലെ മറ്റ് അംഗങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു മാസത്തേക്ക് ഭാരതീയയുടെ പ്രോഗ്രാമുകൾ നിർത്തിവെക്കാൻ ഏർപ്പാടാക്കി. കേരളത്തിൽ പുതിയ ഒരു ആസ്ഥാനം കണ്ടെത്തണം. സ്വതന്ത്രമായ ദിനങ്ങളായിരിക്കും ഇനി മുതൽ. ദിലുവിൻ്റെ തലയ്ക്ക് മുകളിൽ ഇനിമേൽ അച്ഛൻ്റെ ആജ്ഞകൾ ഉണ്ടായിരിക്കില്ല. മോഹനവർമ്മയുടെ ചിറകിൻ കീഴിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഫ്ലൈറ്റ് പുറപ്പെടാറാവുമ്പോഴേക്കും എയറോഡ്രോമിൽ എത്തിയാൽ മതി. അതുവരെ വൃന്ദാവനത്തിൻ്റെ ഭംഗി മനഃപ്പാടമാക്കാം. സുന്ദരിയുടെ പിന്നിൽ ദിലു എത്തി. ഇവിടം വിടുന്നതിൽ സുന്ദരുവിന് വിഷമമുണ്ടോ? എന്ത് വിഷമം? ഇവിടം വിടുകയാണല്ലോ എന്നോർക്കുമ്പോൾ ആശ്വാസം. ഒരാഴ്ച മുമ്പ് വരെ വൃന്ദാവനം എന്ന പേര് പോലും കോരിത്തരിപ്പുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പേര് ഓർമ്മിക്കുന്നത് മംഗളാദേവി എന്ന പിശാചിനിയുടെ മുഖമാണ്. എത്ര നേരത്തെ ഇവിടം വിടുന്നോ അത്രയും നന്ന്. സത്യത്തിൽ അന്ന് ക്ഷേത്രത്തിലെ നിന്റെ കിടക്കറയിൽ അനന്തമൂർത്തിക്ക് പകരം മറ്റൊരാളാണ് വന്നിരുന്നെങ്കിലോ? അയാൾ നിന്റെ ഇംഗിതത്തിൽ വീണില്ലായിരുന്നെങ്കിലോ? എങ്കിൽ ഞാനിപ്പോൾ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമ്മെ രക്ഷിച്ചത് സംഗീതമാണ്. പെട്ടെന്ന് സുന്ദരി ദിലീപിൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് ഏങ്ങലടിച്ചു. ഞാൻ കാരണം എൻ്റെ ദില്ലൻ എത്ര കഷ്ടപ്പെടേണ്ടി വരുന്നു, ആരോടെല്ലാം വഴക്കിടേണ്ടി വരുന്നു. നിനക്ക് വേണ്ടി ഈ ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്തെങ്കിലും ദില്ലൻ എന്നെ പിരിയുമോ? എന്നെ മറക്കുമോ? എന്നെ ഉപേക്ഷിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ ഞാൻ മരിച്ചുപോയെന്ന് സുന്ദുവിന് കരുതാം. ഓ എൻ്റെ ദില്ല. സുന്ദരി വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ശിരസ് ചായച്ചു. ജാലകത്തിലൂടെ കൈയെത്തിച്ച് പൊൻവയിൽ അവരെ ചുറ്റിപ്പിടിച്ചു. പ്രഭാതഭക്ഷണം കഴിച്ച ശേഷം അവർ മുറിവിട്ട് പുറത്തു കടന്നു. ദിലു ലഗേജുകൾ ഒന്നൊന്നായി എടുത്ത് താഴെ കാറിൽ കൊണ്ടുപോയി വെച്ചു. ഒടുവിൽ ഇരുവരും കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ മുരളീരവത്തിൻ്റെ ഗേറ്റ് കടന്ന് ഒരു ടാക്സി പോർച്ചിൽ വന്നു നിന്നു. വളരെ അശ്രദ്ധമായാണ് അവർ ടാക്സിക്കുള്ളിലേക്ക് ശ്രദ്ധിച്ചത്. എന്നാൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്ന മോഹനവർമ്മയെ കണ്ടപ്പോൾ ദില്ലുവും സുന്ദരിയും ഒരുപോലെ സ്തബ്ധരായി. മോഹനവർമ്മ അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്തേ, എയറോഡ്രോമിലേക്ക് പുറപ്പെടാൻ വൈകിയോ? ഇല്ല, ദിലു വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. ഫ്ലൈറ്റിൻ്റെ സമയമാകുന്നതേയുള്ളൂ. കേരളത്തിലേക്ക് പോകണമെന്ന് നിർബന്ധമാണോ? അതെ, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായി. ഒരു മാസത്തിനുള്ളിൽ അവിടെ ഒരു ആസ്ഥാനം കണ്ടെത്തും. ട്രൂപ്പ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ലോകത്തിൽ എവിടെ പോയാലും എനിക്ക് ഇണങ്ങുന്ന മണ്ണ് അതാണ്. പക്ഷേ ഞാൻ തീരുമാനിക്കുന്നു നിങ്ങൾ കേരളത്തിലേക്ക് പോകുന്നില്ലെന്ന്. പിന്നെ? ദിലു നീരസത്തിൽ അച്ഛനെ നോക്കി. പറയാം, അകത്തേക്ക് വരൂ. ഇങ്ങനെ പോർച്ചിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പറഞ്ഞു തീരുമ്പോൾ അതെനിക്ക് അനുസരിക്കാൻ കഴിയാതെ വന്നാൽ എൻ്റെ യാത്ര മുടങ്ങുകയായിരിക്കും ഫലം. ഇല്ല, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് സസന്തോഷം അനുസരിക്കാൻ കഴിയും. ദിലു വീണ്ടും വാച്ചിൽ നോക്കി. എൻ്റെ ഫ്ലൈറ്റ് തെറ്റും. നിൻ്റെ ഫ്ലൈറ്റ് തെറ്റിക്കുകയാണ് എൻ്റെ ആവശ്യം. അത് ശരി. അച്ഛൻ വീണ്ടും എന്നെ കെണിയിലാക്കാനാണ് ഭാവം. ഇല്ല, ഞാനതിൽ വീഴില്ല. അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ സുന്ദുവിനെ എങ്ങനെയും എന്നിൽ നിന്നും അകറ്റുക എന്നതാണ്. എന്നിട്ട് എന്നെ കൊണ്ട് മഹേഷ് വർമ്മയുടെ മകളെ വിവാഹം ചെയ്യിക്കാൻ.
പക്ഷേ അതൊരിക്കലും നടക്കില്ല. വളരെ മുമ്പേ ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ നേരെ നോക്കി എതിർക്കാനുള്ള പ്രയാസം കൊണ്ട് മാത്രം തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നാൽ സ്വന്തം ഇച്ഛ നടപ്പാക്കാൻ വേണ്ടി എന്തിനും മടിക്കാത്ത ആളാണ് അച്ഛനെന്ന് മനസ്സിലായതോടെ എൻ്റെ ആ പ്രയാസം മാറി. അതുകൊണ്ടാണ് തുറന്നു പറയുന്നത്. മഹേഷ് വർമ്മയുടെ മകളെ ഒരിക്കലും ഞാൻ വിവാഹം ചെയ്യില്ല. അതുപോലെ സുന്ദുവിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. മാത്രമല്ല, എന്ത് സൂത്രം പ്രയോഗിച്ചാലും ഇനി ഞാൻ എൻ്റെ സുന്ദുവിൻ്റെ അരികിൽ നിന്നും അല്പനേരത്തേക്ക് പോലും അകലുകയുമില്ല. ജീവിച്ചാലും മരിച്ചാലും ഭൂമിയിലായാലും സ്വർഗത്തിലായാലും നരകത്തിലായാലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. തീർച്ചയാണോ? തീർച്ച. നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞു തീർത്തു. എല്ലാം ഞാൻ കേൾക്കുകയും ചെയ്തു. എന്നാൽ എത്ര ദുഷ്ടനായാലും ഞാൻ നിൻ്റെ അച്ഛനല്ലേ. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് നീയും കേൾക്കൂ. അതിനായി ഒരു ഫ്ലൈറ്റ് മിസ്സായാൽ ആകട്ടെ, ഇന്ത്യൻ എയർലൈൻസ് അവരുടെ സർവീസ് ഈ ഒരു ഫ്ലൈറ്റോടെ അവസാനിപ്പിക്കുന്നില്ലല്ലോ. ശരി, അവസാനമായി ഒരിക്കൽ കൂടി ഞാൻ അച്ഛന് ചെവി തരികയാണ്. അതുകൊണ്ട് ഞാൻ അച്ഛനെ അനുസരിക്കുമെന്ന് കരുതേണ്ട. എനിക്ക് അനുസരിക്കാനാവാത്തതാണ് അച്ഛൻ പറയുന്നതെങ്കിൽ ഇനി മേലാൽ ഞാൻ അച്ഛനെ വിശ്വസിക്കില്ല. വിളിക്കുന്നിടത്ത് വരികയുമില്ല. സമ്മതിച്ചിരിക്കുന്നു. മോഹൻവർമ്മ അകത്തേക്ക് നടന്നു. ദിലു സുന്ദരിയെ നോക്കി. അവൾ മുഖം കുനിച്ച് നിൽക്കുകയാണ്. ഒരു അവസാന പരീക്ഷണമാണ് അച്ഛന് പറയാനുള്ളത്. എന്താണെന്നൊന്ന് കേൾക്കാം. എനിക്ക് എൻ്റെ അച്ഛനെ വിശ്വാസമില്ല. നിനക്കും അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാലും എന്താണ് ആ കുരുട്ടുബുദ്ധിയിൽ പുതിയതായി വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയാലോ? സുന്ദരി മുഖം ഉയർത്തി. ശരി, വരൂ. സുന്ദരിയുടെ കൈപ്പിടിച്ച് ദിലു അകത്തേക്ക് നടന്നു. മുരളീപുരത്തിൽ എത്തിയാൽ മോഹനവർമ്മ പതിവായി താമസിക്കാറുള്ള മുകൾ നിലയിലെ പ്രത്യേക സൂട്ടിലേക്കാണ് അവർ ചെന്നത്. അകത്ത് മോഹനവർമ്മ ഉണ്ടായിരുന്നു. പൈപ്പും ചുണ്ടിൽ വെച്ച് കുഷൻ ചെയറിൽ മലർന്ന് കിടക്കുകയാണ്. രണ്ടുപേരും ഇരിക്കൂ. പൈപ്പ് കയ്യിലെടുത്തുകൊണ്ട് മോഹനവർമ്മ പറഞ്ഞു. വേണ്ട, ഞങ്ങൾ നിന്നോളാം, ദിലു അറിയിച്ചു. അച്ഛൻ പറഞ്ഞോളൂ. ഒരു പുക എടുത്ത ശേഷം മോഹനവർമ്മ പൈപ്പ് ടീപ്പോയിൽ വെച്ചു. നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചവനാണ് ഞാൻ. മോഹനവർമ്മ ദീർഘമായി നിശ്വസിച്ചു. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അല്പം വൈകിയാണെങ്കിലും. ശ്രാവണപുരിയിൽ നിന്നും നിന്നെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത് പോലും അതിനായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയെ കൊന്നുകളയാനായിരുന്നു എൻ്റെ പ്ലാൻ. കത്തുന്ന കണ്ണുകളോടെ ദിലു അച്ഛനെ നോക്കി നിന്നു. നിന്നെ ബോംബെയിലേക്ക് വരുത്തിയതും അതിനായിരുന്നു. മംഗളാദേവി ചെയ്തതെല്ലാം എൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു ഭയങ്കരനാണ്. അതെ, ഞാനൊരു ഭയങ്കരനായിരുന്നു. ഒരു പിശാച്ചായിരുന്നു. അല്ലെങ്കിൽ നിന്നോടുള്ള സ്നേഹം എന്നെ ഒരു പിശാച്ചാക്കി മാറ്റി. എൻ്റെ മകൻ എൻ്റെ ഇഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന സ്വാർത്ഥ മോഹം. പണവും പദവിയും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ രീതി തെറ്റായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ മാറി. ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് വേണ്ടി നീ വിശ്വസിക്കേണ്ട. കാര്യം നിന്നെ എല്ലാം ബോധ്യപ്പെടുത്തും. മോഹനവർമ്മയുടെ മുഖത്ത് വിഷാദം ചേക്കേറി. അച്ഛൻ പറഞ്ഞു തീർന്നോ? എന്തിനും പോന്നവളായ മംഗളാദേവിയെയാണ് ഈ പെൺകുട്ടിയെ പരാജയപ്പെടുത്തിയത്. അതോടെ അവളുടെ മനഃശക്തിയും പരിശുദ്ധിയും എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് എൻ്റെ മകനെ എനിക്ക് വേണം. അവൻ നന്നായി ജീവിക്കണം, അത്രയേ ഉള്ളൂ. അവനൊരു തെരുവ് പെണ്ണിനെ വിവാഹം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. എന്നെപ്പോലെയുള്ള ഏത് അച്ഛനും അങ്ങനെയായിരിക്കും. എന്നാൽ തെരുവിൽ വളർന്നവളാണെങ്കിലും ഈ പെൺകുട്ടി ഉന്നത സംസ്കാരമുള്ളവളാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ചിന്ത തിരുത്തപ്പെട്ടു. സ്വരത്തിൽ മാത്രമല്ല, മോഹനവർമ്മയുടെ മുഖത്തും ആത്മാർത്ഥതയുടെ തെളിച്ചം. ദിലുവും സുന്ദരിയും പരസ്പരം നോക്കി. സത്യമാണ് ഈ കേൾക്കുന്നത്? അതോ ഇതും ഒരു കെണിയോ? എനിക്ക് വേണ്ടുവോളം പണമുണ്ട്. പണത്തിനു വേണ്ടി നീ ഏതെങ്കിലും പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്നാൽ അവൾക്ക് ഒരു നല്ല പാരമ്പര്യം വേണം. തെരുവിലായാലും കുലവധു അവളുടെ പാരമ്പര്യം മറക്കില്ലെന്ന് എനിക്ക് തീർച്ചയായി. ദിലുവിൻ്റെയും സുന്ദരിയുടെയും കണ്ണുകളിൽ വിസ്മയം വിടർന്നു, ആനന്ദവും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മോഹനവർമ്മ ദിലുവിനെയും സുന്ദരിയെയും നോക്കി. ഞാൻ തോറ്റിരിക്കുന്നു. നിങ്ങളുടെ ശക്തവും തീവ്രവുമായ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ മകനു വേണ്ടി, അവൻ്റെ സന്തോഷത്തിന് വേണ്ടി, അവനെന്നും എൻ്റേതായിരിക്കാൻ വേണ്ടി ഞാനൊരു പുതിയ തീരുമാനത്തിലെത്തിയിരിക്കുന്നു. ദിലുവും സുന്ദരി ആകാംക്ഷയോടെ മോഹനവർമ്മയെ നോക്കി. മോഹനവർമ്മ മന്ദഹസിച്ചു. നിങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എവിടെ വെച്ച് നടത്തണമെന്ന് പറഞ്ഞോളൂ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. സുന്ദരി ദിലുവിനെ നോക്കി, കണ്ണിൽ നാണത്തിൻ്റെ കതിരുകളോടെ. പിന്നെ അവൾ പറഞ്ഞു, ശ്രാവണപുരിയിലെ സൂര്യക്ഷേത്രത്തിൽ വെച്ച്. സമ്മതിച്ചിരിക്കുന്നു, മോഹനവർമ്മ അറിയിച്ചു. എല്ലാം നടന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി. ശ്രാവണപുരിയിലേക്കുള്ള യാത്രയിൽ പോലും എന്നെ ഒപ്പം കൂട്ടണ്ട. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ അവിടെ എത്തിയാൽ മതി. നാളെ ഒരു നല്ല മുഹൂർത്തമുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കാം. വിവാഹശേഷം എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അച്ഛൻ ഇനി ഒരിക്കലും നിങ്ങളുടെ വഴിയിൽ ഒരു തടസ്സമായിരിക്കില്ല. അച്ഛാ, നിറഞ്ഞ കണ്ണുകളോടെ ദിലു വിളിച്ചു. അപ്പോഴേക്ക് സുന്ദരി ആ പാദങ്ങളിൽ നമിച്ചു കഴിഞ്ഞിരുന്നു. കഥ തുടരും.